പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഞങ്ങളെ മിറക്കുലസ് ഹാൻഡ്സ് ഓഫ് മിനിസ്റ്ററുടെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളേവരെയും സന്തോഷവും സ്വാഗതവും അറിയിക്കുന്നു. അല്പസമയം നമുക്ക് മാന്യ പൈതൽ ഫാനിയോട് ചേർന്ന് ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഫാനി, വുഡ് യു പ്ലീസ്? കർത്താവിന്റെ കന്യമേറിയ നാമം ഈ അനുഗ്രഹീത ദിവസം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി മിറക്കിൾസ് ഹാൻഡ് ഓഫ് ജീസസ് മിനിസ്ട്രിയിൽ കർത്താവിനെ മഹത്വപ്പെടുത്താനും ആരാധിക്കുവാൻ കർത്താവ് ഒരുക്കി തന്ന ഈ വിലയേറിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ദൈവിക നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറച്ച് ദൈവിക വിശാലതയെ ഒരുക്കി നിങ്ങളെ ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ. ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ദൈവത്തെ പാടി ആരാധിക്കുമ്പോൾ സ്വർഗം ആരാധനയിൽ സന്തോഷിക്കും. വലിയ ദൈവം മഹത്വം, ദൈവിക കടാക്ഷം ഇറങ്ങി വരും. ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു ദൈവിക പകർച്ചയുടെ രാത്രിയായിരുന്നു. ഹല്ലേലൂയ. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തത് ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും എത്ര പാടിയാലും നന്ദി പറഞ്ഞാലും മതി വരില്ല. കാരണം അത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം നമ്മളെ നടത്തിയത്. പ്രിയരെ, ആമേൻ, ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ആണ്ടിന്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെയും ഓരോ ചുവടും കർത്താവ് നമ്മളെ അത്ഭുതമായി നടത്തിയത് ഓർക്കുമ്പോൾ നമുക്ക് അടങ്ങിയിരിക്കുവാൻ കഴിയത്തില്ല. എന്റെ പ്രിയരെ, ഞാൻ തുറന്ന് പറയാം, ഹല്ലേലൂയ, അപ്പൻ തന്റെ കുഞ്ഞിന്റെ കൈ പിടിക്കുന്നത് പോലെ, ഞാൻ ആ വാക്കുകൊണ്ട് പറയാം, ഒരപ്പൻ തന്റെ കുഞ്ഞിന്റെ കൈ പിടിക്കുന്നത് പോലെ കർത്താവ് നമ്മുടെ കൈക്ക് പിടിച്ചിരിക്കുക. എന്തുകൊണ്ടാണ്? ഒരു പക്ഷേ അവന്റെ കാൽ കല്ലിലൊന്ന് തട്ടിയാൽ അവൻ തട്ടി വീഴാതിരിക്കാനാണ് അപ്പൻ അവന്റെ കൈക്ക് പിടിക്കുന്നത്. അതുപോലെ ദൈവം നമ്മളെ കൈക്ക് പിടിച്ചതാ. നമ്മൾ അങ്ങോട്ട് പിടിച്ചതല്ല, ദൈവത്തിന്റെ കൈ കൊണ്ട് നമ്മുടെ കരത്തെ കർത്താവ് പിടിച്ചു. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത് ഹല്ലേലൂയ, ആമേൻ, ആമേൻ. കഴിഞ്ഞ ആണ്ടുകൾ ആരംഭം മുതൽ ഇന്നയോളം നന്നായി നടത്തി, കാൽ കല്ലിൽ തട്ടാതെ കരം പിടിച്ച് തോളിൽ വഹിക്കും അപ്പനെ പോലെ, അമ്മയെ പോലെ നമ്മളെ ആലോചിച്ചു. ആ അപ്പന്റെ സ്നേഹത്തെ നമ്മൾ ഓർത്താൽ നമുക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് കർത്താവിനോടൊന്ന് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങ് മാത്രം എൻ്റെ അപ്പനാണ്, അങ്ങേ മാത്രം ഞങ്ങൾ ഉയർത്തുന്നു. ഒരുമിച്ച് പാടാം. കർത്താവ് നമ്മളെ ഈ ഗാനങ്ങളിലൂടെ ധൈര്യപ്പെടുത്തുമാറാകട്ടെ. ഹല്ലേലൂയ. ആരംഭം മുതൽ ഇന്നയോളവും നന്നായി നടത്തി. കഴിഞ്ഞ ആണ്ടുകൾ ആരംഭം മുതൽ ഇന്നയോളവും നന്നായി നടത്തി. കാൽ കല്ലിൽ തട്ടാതെ കരം പിടിച്ചു തോളിൽ വഹിക്കും എന്നപ്പനെ പോലെ. കാൽ കല്ലിൽ തട്ടാതെ കരം പിടിച്ചു തോളിൽ വഹിക്കും എന്നപ്പനെ പോലെ. താലോലിച്ചിടും എൻ തായെ പോലെയും, താലോലിച്ചിടും എൻ തായെ പോലെയും. അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ, അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ എന്നപ്പനെ, അങ്ങേ മാത്രം ആരാധിക്കുന്നേ എന്നേശുവേ. അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ എന്നപ്പനെ, അങ്ങേ മാത്രം ആരാധിക്കുന്നേ എന്നേശുവേ. കഴിഞ്ഞ ആണ്ടിന്റെ ആരംഭം മുതൽ ഓ
നേടിയും എൻ കഴിവിനാൽ ഒന്നും നേടിയില്ലേ ഞാൻ. വൻകൃപയാലെ എല്ലാം നേടിയെന്നതും എൻ കഴിവിനാൽ ഒന്നും നേടിയില്ലേ ഞാൻ. വൻകൃപയാലെ എല്ലാം നേടിയെന്നതും അളവിടാതെ ഈ നിമിഷം വരെ, അളവില്ലാതെ ഈ നിമിഷം വരെ. അതുകൊണ്ട് കണ്ണിടഞ്ഞ ഹൃദയത്തോടെ ഒന്ന് പാടാം. അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ എന്നപ്പനെ, അങ്ങേ മാത്രം ആരാധിക്കുന്നേ എന്നേശുവേ. 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 നന്ദി കർത്താവേ. ഈ ആണ്ടിന്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെയും ഞങ്ങളെ നടത്തിയ ദൈവത്തിന് ഞങ്ങൾ 1000 നന്ദി അർപ്പിക്കുന്നപ്പാ. അങ്ങയുടെ സ്നേഹത്തിന് ആ താങ്ങും തലോടലുകൾ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഒരുമിച്ച് കൈകളടിച്ച് പരിശുദ്ധാത്മ നിറവിൽ കർത്താവിനെ പാടി ആരാധിക്കാനായിട്ട് പോവുകയാണ്. കർത്താവിന്റെ സ്നേഹത്തെ നാം പാടുമ്പോൾ, കർത്താവിന്റെ നാമത്തെ നാം ഉയർത്തുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പരിവർത്തിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയും, ഈ കൂടാരങ്ങളിൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങുന്നത് ആരാധനയിലാണ്. ഹല്ലേലൂയ. കർത്താവ് ഈ ആരാധനയിൽ വർത്തിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പറയും, നമ്മൾ കർത്താവിന്റെ സാന്നിധ്യത്തിലാണ്. ആമേൻ, ഹല്ലേലൂയ. താഴ്ചയിൽ നമ്മളെ ഉയർത്തിയ ദൈവം, നമ്മളെ വീഴ്ചയിൽ നിന്ന് കാത്ത ദൈവം, ഇതുവരെ എബനേസരായിട്ട് നമ്മുടെ കൂടെ ഈ ഇരുൾ മൂടിയ പാതയിൽ വെളിച്ചമായി പ്രകാശമായി നമ്മുടെ കൂടെ വന്ന് നമുക്ക് ആശ്വാസം തരുന്ന ദൈവത്തെ ഒരുമിച്ച് എല്ലാവരും ചേർന്ന് ആത്മനിറവിൽ പാടി ആരാധിക്കാം. കർത്താവിന്റെ ആത്മാവിന്റെ ശക്തി അവിടുന്ന് നമ്മുടെ മേൽ പകരട്ടെ. ഹല്ലേലൂയ.
അഭിഷേകത്തിന്റെ ശക്തിയാൽ നിറഞ്ഞു ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും കർത്തനാം യഹോവയെ കർത്തനാം യഹോവയെ എന്നെ ഇക്കത്തോളവും കൊണ്ടുവന്നിടുവാൻ എൻ ഗ്രഹവും എന്തുള്ളൂ കർത്തനാം യഹോവയെ എന്നെ ഇക്കത്തോളവും കൊണ്ടുവന്നിടുവാൻ എൻ ഗ്രഹവും എന്തുള്ളൂ ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും ഓ ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും ഇതുവരെ എബനേസരായി ഇതുവരെ എബനേസരായി എന്നോട് കൂടെ ഇരുമൂടിയ പാതയിൽ വെളിച്ചമായി മുന്നിലാ ഇതുവരെ എബനേസരായി എന്നോട് കൂടെ ഇരുമൂടിയ പാതയിൽ വെളിച്ചമായി മുന്നിലായി ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും ആമേൻ ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും പിതാവേ അങ്ങയുടെ ജനത്തിന്റെ നടുവിൽ അവിടുന്ന് നടകൊള്ളുന്നതിനാൽ സ്തോത്രം ദൈവികമായ വിശാലതകൾ കർത്താവ് ജനത്തിൽ മേൽ പതിരുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു ഈ വർഷം ഒരു വലിയ വിശാലതയുടെ വർഷമായി മാറട്ടെ കർത്താവ് ദൈവിക അത്ഭുതങ്ങളിലേക്ക് കർത്താവ് ജനത്തെ കൊണ്ടുപോകും മഹത്വം അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഇത്രത്തോളം അവസരം തന്നെ ആമേൻ ആമേൻ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവദാസന്മാർക്കും ദാസിമാർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി മിറക്കുലസ് ഹാൻഡ് ഓഫ് ജീസസ് മിനിസ്ട്രിയിലൂടെ കർത്താവിനെ സ്തുതിപ്പാനും ടെസ്റ്റിമണി കേൾക്കുവാനും ഒക്കെ ആയിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മളോട് ടെസ്റ്റിമണി പറയുവാനായിട്ട് വന്നിരിക്കുന്നത് ഡോക്ടർ ബിൻസി ആൻഡ് ബിജു ആണ്. മല്ലപ്പള്ളിയിൽ നിന്നാണ് പ്രിയ പൈതല് ജോയിൻ ചെയ്തിരിക്കുന്നത്. സെക്യുലറില് MBBS പഠനവും പൂർത്തിയാക്കി എങ്കിലും അതിനേക്കാൾ ഉപരി കർത്താവിന് വേണ്ടി ശക്തമായിട്ട് യുവജനങ്ങൾക്കിടയിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലാണ്. അവളുടെ ചെറുപ്രായത്തിൽ തന്നെ കർത്താവിനെ അറിയുവാനും അറിയുന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തോടുള്ള ആ സ്നേഹത്തിനകത്ത് വളരുവാനും കർത്താവ് നേരിട്ട് സംസാരിക്കുകയും ഇടപെടുകയും സ്വപ്നങ്ങളിലൂടെയും പല എൻകൗണ്ടറിലൂടെയൊക്കെയും കർത്താവിനോട് ചേർത്ത് നിർത്തിയ ഒരു പൈതലാണ്. നമുക്കറിയാം ഇന്നത്തെ തലമുറകളിൽ യൗവനക്കാർ ഒത്തിരി പേര് ഈ ലോകത്തിന്റെ പിന്നാലെ ഓടുമ്പോൾ പലവിധമായ അഡിക്ഷനുകളിലും പലവിധമായ ലോകമോഹങ്ങളിലൂടെയും ഒക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിശ്വാസത്തിൽ വന്നവരായാൽ പോലും
അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അതിന്റെ നടുവിൽ ദൈവത്തെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരു കൂട്ടത്തെ വേർതിരിക്കുന്നുണ്ട് എന്നുള്ളത് ഒന്നും കൂടി ഉറപ്പിക്കുവാനുള്ള ഒരു ടെസ്റ്റിമണിയാണ് ഇന്ന് നമ്മളോട് പറയുവാനുള്ളത്. വളരെ ശ്രദ്ധയോടുകൂടി കർത്താവ് എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് യൗവനക്കാരെ പ്രയോജനപ്പെടുത്തുന്നതെന്നും പ്രിയ പൈതലിലൂടെ കർത്താവ് ഇടപെടുവാൻ പോകുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമേ. അവള് വിവിധ സൂം മീറ്റിങ്ങുകളൊക്കെ നടത്തി അനേകരെ ക്രിസ്തുവിങ്കിലേക്ക് ചേർത്ത് നിർത്തുന്ന ഒരു പൈതലാണ്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. സാക്ഷ്യം പറയുന്നതിനായി ബിൻസി മോളെ ക്ഷണിച്ചുകൊള്ളുന്നു. Praise the Lord. Greetings to you all in the mighty name of our Lord and Savior Jesus Christ. Especially Matthew Uncle, പിന്നെ വർഷിപ്പ് ചെയ്ത സിസ്റ്റർ ഫാനി, ഇൻട്രൊഡ്യൂസ് ചെയ്ത ഷേർലി ആൻറ്റി, അങ്ങനെ കൂടി വന്നിരിക്കുന്ന ദേവദാസന്മാർ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ഒരു പ്രാവശ്യം കൂടി എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു പറയുന്ന പോലെ എന്താ പറയാ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞു തന്ന ഒരു വാക്യം എന്നെ എപ്പോഴും ബലപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ എന്നെ കാപ്പാൻ ശക്തൻ എന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. ആ ഒരു ഉറപ്പാണ് ഈ ഒരു നിമിഷം വരെയും ദൈവം ഈ ഭൂമിയിൽ നടത്തുന്ന എല്ലാ വൻകൃപകൾക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്വതം ചെയ്യുന്നു. ആസാദി ചാനലിലൊക്കെ സാക്ഷ്യം പറയാൻ ദൈവം എന്നെ സഹായിച്ചു. ഈ പ്ലാറ്റ്ഫോമില് ഇങ്ങനെ ഒരു യോഗ്യതയില്ല നിൽപ്പാൻ, ഒന്ന് മാത്രമേ ഉള്ളൂ, കർത്താവ് ചൂസ് ചെയ്തു. അതുകൊണ്ട് മാത്രം നിങ്ങളുടെ മധ്യത്തിൽ ആ ഒരു സാക്ഷ്യമായി നിങ്ങളുടെ മധ്യത്തിൽ നിൽപ്പാൻ ദൈവം സഹായിച്ച എല്ലാ വിധങ്ങൾക്കുമായി സകല മാനവും സകല മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. കാരണം ഞാൻ എന്റെ സാക്ഷി ഒരിക്കലും കർത്താവെ എവിടെയെങ്കിലും ഒക്കെ ചെറിയൊരു മീറ്റിംഗ് ദൈവം അനുവദിക്കുന്നിടത്ത് അങ്ങനെ ചിന്തിച്ചിരുന്ന സമയത്ത് ദൈവാത്മാവ് 2 പ്രാവശ്യം ഇടപെട്ടു. 3-ാം പ്രാവശ്യം ഒരു ദേവദാസി കൂടി പറഞ്ഞു, ഒരു പരിചയമില്ലാത്ത ഒരു ദേവദാസി കൂടി പറഞ്ഞു, നിന്റെ സാക്ഷി നീ മറച്ചു വെക്കണം, ദൈവാത്മാവ് ഒരു വാർണിംഗ് നിനക്ക് ഒന്നുകൂടി തരുന്നു എന്ന് പറഞ്ഞു. അപ്പം അന്ന് മുതൽ, അല്ലെങ്കിൽ ഞാൻ ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വന്നേനെ. അതുകൊണ്ടാണ് ദൈവം എന്നെ ഇപ്പൊ നിങ്ങളുടെ മധ്യത്തിൽ പിന്നെയും ഈ പ്ലാറ്റ്ഫോമിൽ നിർത്തുവാൻ ദൈവം ബലപ്പെടുത്തിയത്. എന്നെ പറ്റി ലൈക്ക് ആന്റി പറഞ്ഞ പോലെ എന്റെ പേര് ബിൻസി ആൻഡ് ബിജു. ഒരു ബോൺ അഗെയിൻ ഫാമിലി തന്നെ, മലപ്പുറയിൽ തന്നെ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ചെയ്യാൻ ദൈവം സഹായിച്ചു. അപ്പച്ചൻ പപ്പയുടെ പേരൻസ് പാസ്റ്റർ ആയിരുന്നു, IPCയിലെ പാസ്റ്റർ ആയിരുന്നു. ഇപ്പം ക്ഷീണം കാരണം ഒക്കെയും റിട്ടയർഡ് ആയി. ഒറീസയിലൊക്കെ അനേക സഭകൾ സ്ഥാപിപ്പാനും കർത്താവിന് വേണ്ടി ഒരു എന്താ പറയാ സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. പക്ഷെ നല്ല പ്രായത്തിൽ ആ ഉദ്യോഗമൊക്കെയും കർത്താവിന് വേണ്ടി മാറ്റിവെച്ച് ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ ഒരു ഭാഗ്യം അപ്പച്ചന്റെ ജീവിതത്തിൽ കൊടുത്തു. അങ്ങനെ മമ്മിയുടെ പേരൻസ് ഇപ്പൊ ഇല്ല. അപ്പോ അങ്ങനെ പപ്പ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു, മമ്മി ഹൗസ് വൈഫാണ്. എന്റെ 9 വയസ്സുള്ളപ്പം രക്ഷിക്കപ്പെടുവാനും 10 വയസ്സുള്ളപ്പം അഭിഷേകം പ്രാപിപ്പാനും 13-ാമത്തെ വയസ്സിലൊക്കെ സ്നാനപ്പെടുവാൻ ഒരു ഭാഗ്യം എന്റെ ജീവിതത്തിൽ ആ ഒരു ചെറുപ്രായത്തിൽ ദൈവം നൽകി തന്നു. ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ദൈവസേനയിൽ ഇരുന്നപ്പോ ഇങ്ങനെ ഓർത്തു. അപ്പോ ആ സമയത്തൊക്കെയും ആസാദി ചാനലിൽ പോലും പറയാതെ പോയ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ ദൈവം എന്നെ ഇങ്ങനെ ഓർപ്പിക്കുവാനായിട്ടിടയായി. കാരണം ചെറിയ പ്രായത്തിൽ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ കിടക്കുമ്പം ആ കർത്താവിന്റെ ക്രൂശിന്റെ ദർശനം എന്റെ ഉള്ളിലേക്ക് വരുമായിരുന്നു. അപ്പൊ ഞാൻ വെറുതെ കട്ടിലിൽ കിടന്ന് കരയുന്ന ആ ഒരു കുറെ സീന് ദൈവാത്മാവ് എന്നെ ഓർമ്മപ്പെടുത്തി. അപ്പോ ഞാൻ ഓർത്ത്, അയ്യോ അങ്ങനൊക്കെ ഞാൻ പോയിരുന്നു എന്നുള്ള രീതിയിലുള്ള ചിന്തകളും ആ ഓർമ്മകളൊക്കെ എന്റെ മനസ്സിൽ വന്നു. കാരണം കട്ടിലിൽ കിടക്കുമ്പോൾ തന്നെ കർത്താവ് ആ ക്രൂശ് ചുമന്ന വഴി കൂടി പോകുന്നതും ആ ഓരോ തുള്ളി ഇറ്റിറ്റ് വീഴുന്നതും എന്താ പറയുക, ആ കർത്താവിന്റെ വേദന ഉള്ളിലേക്ക് കടന്നു വരുന്നൊക്കെയും. അപ്പൊ ആ ഒരു ചിന്തയൊക്കെ മനസ്സിൽ വന്നപ്പം ആ സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, കർത്താവ് ഇനി ഞാൻ പാപം ചെയ്ത പിന്നെയും കർത്താവിനെ നമ്മൾ ആണി അടിച്ച് പിന്നെയും ആ വേദന അനുഭവിപ്പിക്കുവാണല്ലോ എന്ന ചിന്ത പലപ്പോഴും എന്റെ ഉള്ളിലേക്ക് കടന്നു വരും. അപ്പം അതൊക്കെയും പലപ്പോഴും എന്താ പറയുക, പല രീതിയിലുള്ള നമ്മുടെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവരുടെ ഹൃദയത്തിലോട്ടൊക്കെയും ഈ പ്രായത്തിലുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ കടന്നു വരുമ്പോഴത്തേനും ഇല്ല ഒരിക്കലും ഇല്ല, എന്നെ പിന്നെയും എന്റെ കർത്താവിനെ ഞാൻ ക്രൂശിക്കുവാൻ ഇടയായി തീരും എന്നുള്ള ചിന്ത ഒത്തിരി എന്നെ ഭരിച്ചിട്ടുണ്ട്. ഞാൻ 7th പഠിക്കുമ്പം പപ്പ ദൈവവേലയ്ക്ക് വേണ്ടി കണ്ട ഒരാളാണ്. അപ്പോ ചെറുപ്രായത്തില് മരണത്തിലേക്ക് പോയതാണ്. പക്ഷെ ദൈവം വിളിച്ചുകൊണ്ട് വന്നു. പക്ഷെങ്കിൽ ആ ഒരു പ്രായം എന്താ പറയുക, ജീവിതാവസ്ഥകളൊക്കെയും കണ്ട് പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു പോയ സാഹചര്യങ്ങളുണ്ട്. പക്ഷെ ജോലിക്ക് വേണ്ടിയൊക്കെയും കടന്നുപോയി. പക്ഷെ ആ സമയത്തൊക്കെയും കർത്താവിനെ വേലയ്ക്ക് വേണ്ടി കണ്ടതായതുകൊണ്ട് എന്താ പറയാ, അവിടുത്തെ രീതി ദുബൈയിലായിരുന്നു. അപ്പൊ അവിടുത്തെ കാര്യങ്ങളെല്ലാം ബ്ലോക്ക് ചെയ്താണ് കർത്താവ് നാട്ടിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ 3 വർഷം ബൈബിൾ കോളേജ് പഠിപ്പാൻ ദൈവം സഹായിച്ചു. പിന്നീട് ജോലിയൊക്കെയും, കാരണം പെൺമക്കളാണ്, ഒരു അനീതികളുണ്ട്.
ഉണ്ട് എനിക്ക്. അപ്പൊ ഒരു ജോലിയും കൂടി വേണമല്ലോ എന്നുള്ള രീതിയിലൊക്കെയും അപ്ലൈ ചെയ്തു. പക്ഷെങ്കിൽ ഒരു 7 years ജോലി ഇല്ലാതെ കുറെ ഭാരപ്പെട്ടു. പക്ഷെ ആ സമയത്തൊക്കെയും ദൈവം അത്ഭുതകരമായി വിടുവിച്ചു. നമ്മൾ പറയാം, കാരണം നമ്മൾ കർത്താവിനെ യഥാർത്ഥമായി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, കർത്താവ് നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലായ്മയിലും എല്ലാം ഉള്ളവരെ പോലെ നടത്തുന്ന കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോ അങ്ങനെ കടന്നു വന്നപ്പോ ബൈബിൾ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പപ്പ എന്നോട് ഒരു കാര്യം ചോദിച്ചു, യേശു നിനക്ക് ആരാ എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, യേശു എനിക്ക് ദൈവമാണ്. എന്റെ ആ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. അപ്പൊ പപ്പ പറഞ്ഞു, ഇനി ദൈവം എന്നതിനേക്കാൾ ഉപരി നീ നിന്റെ സ്വന്തം അപ്പനായിട്ട് കാണണം. ആ അപ്പം കഴിഞ്ഞിട്ട് മതി ഞാൻ എന്ന അപ്പൻ. കാരണം എനിക്ക് ഈ ഭൂമിയിൽ നിനക്ക് ചെയ്തിരുന്നതിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ നീ അവിടെ ചോദിച്ചാൽ ഒരു ലിമിറ്റേഷൻസ് ഇല്ല. കാരണം ചെറുപ്പം മുതലേ പപ്പയ്ക്ക് അറിയാം, എല്ലാ ദേവദാസന്മാരും പറയുന്നു നീ ഒരു ഡോക്ടർ ആകും, നീ ദൈവവേലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാ. അപ്പൊ പപ്പയ്ക്ക് അറിയാം, നോർമലി നമ്മളൊരു മാനുഷികമായി നമ്മുടെ ചിന്ത വരുമ്പോഴത്തേനും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ഹ്യൂജ് ബേർഡൻ. സോ ആ ഒരു ചിന്ത വന്നപ്പോഴും പിന്നെ സാഹചര്യങ്ങളൊക്കെ ഓർത്തപ്പോ, പക്ഷെ പപ്പ അത് പറഞ്ഞപ്പോ എന്നിലേക്ക് വീണ റെവലേഷൻ എന്ന് പറയുന്നത് പപ്പയ്ക്ക് പോലും അത് അത്ര ആഴത്തിൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ ടൈമിൽ പപ്പ എന്നോട് പറഞ്ഞ ആ ഒരു റെവലേഷനെ എന്റെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിയ ഒരു റെവലേഷൻ ആയിരുന്നു. പിന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് ഒരു കൊച്ചെങ്ങനെ ഒരു അപ്പനോട് വാശി പിടിച്ച് കാര്യങ്ങൾ പറയുമോ, എങ്ങനെ സംസാരിക്കുമോ, ആ രീതിയിലേക്ക് എന്റെ ഓരോ പ്രാർത്ഥനകളും മാറാൻ തുടങ്ങി. അങ്ങനെ അതിന്റെ സ്റ്റഡീസിൽ ഒത്തിരി മാറ്റം കൊണ്ടുവന്നു. അതുവരെയൊക്കെയും ഒരു 7th ഉം 6th ഒക്കെ എന്ന് പറഞ്ഞ ഒരു ആവറേജ് സ്റ്റുഡന്റ്, പലപ്പോഴും നല്ല മാർക്കൊക്കെ നല്ല കുറവായിരുന്നു. പക്ഷെ എനിക്ക് ആ ഒരു റെവലേഷൻ വീണു, ഞാൻ സ്നാനപ്പെട്ടു. അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എന്താ പറയുക, വചനം പഠിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും എനിക്ക് തന്നെ എന്നിൽ ഒത്തിരി ചേഞ്ചസ് മാറ്റി തുടങ്ങി. എനിക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് പലപ്പോഴും മുറിവേറ്റ ഒരു കരം എന്നിലേക്ക് ഇറങ്ങി വന്നു. ഒത്തിരി ഭാരത്തോടിരിക്കുന്ന സമയത്ത് മുറിവേറ്റ കരം എന്നിലേക്ക് ഇറങ്ങി വരുന്നൊക്കെ എന്റെ പ്രാർത്ഥനാ മുറിയിൽ അനുഭവിപ്പാൻ ചെയ്യാൻ സഹായിച്ചു. അപ്പൊ കൂടുതലും അപ്പനോടുകൂടി ഇരിക്കണം, അപ്പന്റെ സാന്നിധ്യത്തിൽ ഇരിക്കണം എന്ന ആ ഒരു ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയും ഒരു ആഗ്രഹവും ഒക്കെ ഉള്ളിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഓരോ ക്ലാസ്സസ് മുന്നോട്ട് പോയി. 10th കടന്നു വന്ന് 10th നല്ല ഒത്തിരി ഭാരവും പ്രയാസത്തിലൂടെ ഒക്കെ ഓരോ എക്സാമിന്റെ തലേന്ന് എന്തെങ്കിലുമൊക്കെ കാണും. പക്ഷെ അതിലൊക്കെയും നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എന്നാൽ അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു എന്ന് പറയുന്ന പോലെ ഓരോ അനർത്ഥത്തിൽ നിന്നും ദൈവം അങ്ങനെ വിടുവിച്ചു കൊണ്ടുവന്നു. അങ്ങനെ 12th ഏറ്റവും നമ്മുടെ ഒരു ടേണിംഗ് പോയിന്റിന്റെ അവിടെ ആകുമ്പോഴത്തേനും എന്താ പറയുക, നീറ്റ് എഴുതണം എന്നുള്ള രീതിയിൽ. അപ്പം നീറ്റ് കോച്ചിങ്ങിന് പോകാൻ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അവിടെ ചങ്ങനാശ്ശേരി പ്ലാസിഡ് എന്ന് പറയുന്നിടത്താ പോയത്. അപ്പൊ അവര് പറഞ്ഞു സൺഡേസിലൊക്കെ കോച്ചിങ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു ചേർക്കാൻ വേണമെങ്കിൽ എന്നുള്ള രീതിയിൽ, കാരണം 12th പൊക്കോണ്ടിരിക്കുമ്പോ തന്നെ ചെയ്താൽ ഇയർ വേസ്റ്റ് ആകാതെ ചെയ്യാമെന്ന്. പക്ഷെ എന്റെ ഉള്ളിൽ എന്തോ സൺഡേസ് കളഞ്ഞ ഒരു കോച്ചിങ് എനിക്ക് വേണ്ട എന്നൊരു ചിന്ത എന്റെ മനസ്സിലേക്ക് വന്നു. കാരണം നമ്മുടെ കർത്താവിനെ ആരാധിക്കാൻ കിട്ടുന്ന ഒരു സമയം. ഇപ്പൊ പപ്പയോട് ഞാൻ പറഞ്ഞു, പപ്പ വേണ്ട, ഞാൻ തന്നെ ഇരുന്ന് പഠിച്ചോളാം എന്നുള്ള രീതിയിൽ. പക്ഷെ വേറൊരു കോച്ചിങ്ങും ഇല്ല. എന്തൊക്കെയോ വായിച്ചെന്ന് മാത്രമല്ലാതെ, പക്ഷെ ആ ഒരു, കാരണം സകല അഖിലാണ്ടത്തെ ഉളവാക്കിയ കർത്താവാണ് നമ്മുടെ അപ്പനെങ്കിൽ ആ അറിവ് തരുവാൻ നമ്മുടെ കർത്താവ് മതിയായവൻ. അങ്ങനെ ദൈവസേനത്തിൽ ഇരുന്നു. ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല, അത്ര ഹാർഡ് വർക്ക് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെങ്കിൽ ദൈവത്തിന്റെ ഹിതമായിരുന്നു, ദൈവത്തിന്റെ നിയോഗമായിരുന്നത് കൊണ്ട് തന്നെ ഒരു നീറ്റ് ക്വാളിഫൈ ആകാൻ ദൈവം സഹായിച്ചു. എബ്രോഡ് പോകുവാൻ അല്ലെങ്കിൽ എബ്രോഡ് MBBS എടുക്കുവാൻ എത്ര വേണോ ആ ഒരു ആക്യുറേറ്റ് ക്വാളിഫിക്കേഷൻ കർത്താവ് എനിക്ക് തന്നു. ഇന്ത്യയിലെ സീറ്റ്സ് കിട്ടിയപ്പോൾ അവരൊക്കെയും ഒത്തിരി ഡൊണേഷൻസ് പറഞ്ഞു, സീറ്റ് നിനക്ക് തരാം, പക്ഷെ ഇത്ര 1 crore പോലും അവര് കുറെ ടോട്ടൽ എമൗണ്ട് ഒക്കെ പറഞ്ഞപ്പം, പക്ഷെ ദൈവത്തിന്റെ ആലോചന ഉണ്ടായിരുന്നു, നീ സ്റ്റേറ്റുകൾ മാറി പഠിക്കും. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, എന്റെ +1 കാലഘട്ടത്തിൽ ദൈവം എനിക്കൊരു ദർശനം തന്നു. ഒരു യൂണിവേഴ്സിറ്റിയുടെ മാപ്പ്, ഞാൻ പഠിച്ചിറങ്ങിയ യൂണിവേഴ്സിറ്റിയുടെ ഒരു വീഡിയോസും ആ സമയത്ത് ഒരു യൂട്യൂബിലും ഇല്ല, എങ്ങും അറിയത്തില്ല. അപ്പോ ഒരു മാപ്പ് ദൈവം എന്നെ കാണിച്ചു. ഞാൻ താമസിച്ചിറങ്ങി എന്റെ ഡോമട്രി ഒക്കെയും അങ്ങനെയൊക്കെയും കാണിച്ചു. ഒരു അടയാളം ദൈവം തന്ന, ലെഫ്റ്റ് സൈഡിൽ ഒരു പൂൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എന്റെ യൂണിവേഴ്സിറ്റിയുടെ അവിടുന്ന് ഒരു വലിയ പാഡി ഫീൽഡ് ദൈവം എന്നെ കാണിച്ചു. ഒരു വാസ്റ്റ് ആയിട്ടുള്ള പാഡി ഫീൽഡ്. പക്ഷെങ്കിൽ ഞാൻ അതിന്റെ അറ്റത്ത് ഇങ്ങനെ ഇരിക്കുക, അതിന്റെ അറ്റം എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിക്കുക, കർത്താവ് ഇതെവിടാണ് എന്ത് ചെയ്യുന്നത്, ഇതെങ്ങനെയാ ഹാർവെസ്റ്റ് ചെയ്യുന്നത്, എനിക്കറിയില്ല ഇതെങ്ങനെയാ ഹാർവെസ്റ്റ് ചെയ്യേണ്ടതെന്ന്, അങ്ങ് എനിക്ക് ആരെങ്കിലും പഠിപ്പിച്ചു തരാമോ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു തന്നാൽ ഞാൻ കാണിക്കുന്ന പോലെ ചെയ്യാമെന്നുള്ള രീതിയിൽ, അങ്ങനെ ഒന്നും അറിയാത്തവളെ പോലെ ഒരു പാഡി ഫീൽഡിന്റെ ഒരുങ്ങി വരുമ്പത്തിരിക്കുന്ന, തൊട്ടപ്പുറത്ത് യൂണിവേഴ്സിറ്റിയാണ്, അതിന്റെ അറ്റത്ത് ഇങ്ങനെ തുടങ്ങുന്ന, അങ്ങനെ ഒരു ദർശനം ദൈവനെ കാണിച്ചപ്പം ആ ദർശനം എന്റെ ഉള്ളിലുണ്ട്. അപ്പം
അന്ന് എനിക്ക് മനസ്സിലായി ഈ ഒരു ലോകത്തിലെ ഡിഗ്രിയെക്കാട്ടിലും കർത്താവ് ആഗ്രഹിക്കുന്ന അവിടെ എന്തോ ദൈവനാമ മഹത്വത്തിനുണ്ട്. അപ്പോ അതിൽ കയറി പിടിച്ച് ഞാൻ പിന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. കർത്താവെ, അങ്ങയുടെ നാമ മഹത്വത്തിന് വേണ്ടിയിട്ടാ അങ്ങനെ അയക്കുന്നതെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടുള്ള സകല കാര്യങ്ങളും അങ്ങ് തന്നെ കരുതണം. ഞാൻ ഈ ലോകത്തിന് വേണ്ടിയിട്ടല്ല ഇറങ്ങുന്നത്, അങ്ങയുടെ ഒരു വേല അവിടെ ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പിന്നീട് ദൈവദാസന്മാരെ കൂടെ ഒക്കെയും കൺഫർമേഷൻസും കാര്യങ്ങളൊക്കെയും പല രീതിയിലുള്ള വചനത്തിൽ കൂടെ ഒക്കെയും ദൈവം കൺഫർമേഷൻ നൽകി തുടങ്ങി. അപ്പോ അങ്ങനെ ഇരുന്ന 12th കഴിഞ്ഞു. പക്ഷെങ്കിൽ ഒത്തിരി തടസ്സങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ ദർശനം കാണിക്കുമ്പോൾ അതിന്റെ ആ ഒരു പ്രൊസീജിയർ ഒരിക്കലും പലപ്പോഴും കർത്താവ് പറയത്തില്ല. കാരണം പറഞ്ഞാൽ നമുക്കറിയാം, കർത്താവ് എനിക്ക് അതൊന്നും വേണ്ട, ഞാനിവിടെ ഞാൻ ഒതുങ്ങിക്കൂടി ഇരുന്നോളാന്ന് പറയുമെന്ന് നമ്മുടെ കർത്താവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ കർത്താവ് പ്രൊസീജിയർ കാണിക്കത്തില്ല. പക്ഷെങ്കിൽ അതിൽ കൂടെ ഒക്കെയും നമ്മൾ കടന്നു പോയാലും തീയുടെ മണമില്ലാതെ മുങ്ങിപ്പോകാതെ നമ്മളെ പുറത്തെടുക്കുവാൻ നമ്മുടെ കർത്താവ് മതിയാവനായ കർത്താവാണ്. അപ്പോ ഒത്തിരി ലോൺ അപ്ലൈ ചെയ്തു. ബട്ട് ഒരു 1 വീക്കിനുള്ളിൽ തന്നെ ലോൺ കിട്ടി. അതിന് മുന്നേ തന്നെ പപ്പ ഒരു മാനുഷികമായി ചിന്തിച്ചാൽ അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നപ്പോഴത്തേനും ഒത്തിരി ഭാരപ്പെട്ടു. മനുഷ്യനാണ്, നമ്മുടെ നില വിട്ടുപോകുന്ന പല സമയങ്ങളും ഉണ്ട്. അപ്പൊ പപ്പ ആ ഒരു അവസ്ഥയിൽ കൂടെ പോയി. പലരുടെയും ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നപ്പം ജീവിതത്തിൽ പല രീതിയിലുള്ള വിഷമങ്ങളൊക്കെ വന്നപ്പം ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് പപ്പയോട് പറഞ്ഞു, പപ്പ എന്തെങ്കിലും ചെയ്തോ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ വേറെ കോച്ചിങ്ങിന് പോയപ്പോ അവരവിടെ സീറ്റ്, എനിക്കൊരു 96% ഉണ്ടായിട്ട് പോലും അവര് പറഞ്ഞു ഞങ്ങൾക്ക് സീറ്റ് തരാൻ പറ്റത്തില്ല പറഞ്ഞു. നഴ്സിംഗിന്റെ ഓരോ കാര്യങ്ങൾ ചെയ്തപ്പോ അവിടെ എല്ലാം ഒരു ബ്ലോക്ക് ഫീൽ ചെയ്തു. ഫാമിലി നോക്കിയപ്പോ ഒരു എന്തോ സംതിങ് ഒരു അനുകൂലത വെളിപ്പെടാതിരുന്നു. അപ്പോ അങ്ങനെ ഇരുന്ന് പെട്ടെന്ന് പപ്പയാണ് ഇങ്ങനെ ഒരു ഏജൻസിയുടെ, ഞാൻ കടന്നുപോയ ഏജൻസിയുടെ അഡ്വർടൈസ്മെന്റ് കാണുന്നത്. അങ്ങനെ പപ്പ പെട്ടെന്ന് പറഞ്ഞു, ഇറങ്ങി വാ, നിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തോണ്ട് വാന്ന് പറഞ്ഞ എല്ലാം പോയി അപ്ലൈ ചെയ്തിട്ട് വീട്ടിൽ വന്ന പപ്പ പറയും, എന്നെ ആരാ കൊണ്ടുപോയെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ആരോ എന്തോ ഒരു ശക്തി എന്നെ വലിച്ചഴച്ചുകൊണ്ട് പോയി എല്ലാം ചെയ്യിപ്പിച്ച് വന്നിട്ട് എന്നെ വിട്ടു പോയിട്ടിരിക്കുന്ന പോലെ. കാരണം എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്താ ഇപ്പൊ പോയി കാണിച്ചത്. കാരണം എല്ലാം അപ്പൊ തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. കൊടുക്കേണ്ട ഒരു തുകയും അവിടെ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ ആ സമയത്തൊക്കെയും കർത്താവ് അത്ഭുതകരമായി വിടുവിച്ചു. കാരണം വേറെ പുറത്തുനിന്ന് ഒരു മനുഷ്യരോട് കൈ നീട്ടുവാനോ എന്താ പറയാ, എന്റെ കുടുംബത്തിന്റെ അകത്തു നിന്ന് തന്നെ എനിക്ക് വേണ്ടിയുള്ള നന്മ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി കരുതി തന്നു. അങ്ങനെ പോയി അവിടെ ചെന്ന് ആ ഒരു ഫസ്റ്റ് ഇയറിൽ അവിടെ ചെന്നപ്പം അവിടെ കർത്താവ് അത്ഭുതകരമായി ഒക്കെയും നടത്തി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആ ഒരു സ്വപ്നം നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യം അവിടെ അന്ന് അപ്പോഴത്തേനും ഞാൻ ആ കണ്ടതിന്റെ ഒക്കെ പകുതി ഒക്കെ ഞാൻ മറന്നു പോയിരുന്നെങ്കിലും ഒരു കൺഫർമേഷൻ ദൈവം തന്നിരുന്നത് ലെഫ്റ്റ് സൈഡിൽ ഒരു പൂൾ ഉണ്ടാവുന്നത്. അപ്പൊ ഞാൻ യൂണിവേഴ്സിറ്റി ചെന്ന ഉടനെ ചോദിച്ച ഒരു കാര്യം, അവിടെ സീനിയേഴ്സിന്റെ അടുത്ത് കണ്ടപ്പോ ചോദിച്ചു, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എന്തെങ്കിലും പൂൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അവര് ചോദിച്ച കാര്യം, ഇവിടെ ഉള്ളവർക്ക് തന്നെ ഈ പൂളിന്റെ കാര്യം അറിയത്തില്ല, പിന്നെ വന്നു കയറി നിനക്ക് എങ്ങനെ പെട്ടെന്ന് അറിഞ്ഞു എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ ദൈവത്തെ ഒത്തിരി ശ്രദ്ധിച്ചു. അതെനിക്കൊരു കൺഫർമേഷൻ ആയിരുന്നു. കർത്താവിന്റെ ഹിതപ്രകാരം ഉള്ളിടത്താണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ അന്നു മുതലുള്ള ചിന്ത, എങ്ങനെയാണ് ഇനി കർത്താവിന്റെ വേല ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള. കാരണം ആ ഒരു പാടി ഫീൽഡ് ദൈവം കണ്ടത് എന്റെ മനസ്സ് ഇങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കുക. കാരണം ദൈവം നമുക്ക് വാഗ്ദത്തം നൽകി തരുമ്പം കർത്താവ് നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈം ആകുമ്പോഴത്തേന് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു തീ കത്തും. അപ്പോ അങ്ങനെ ഫസ്റ്റ് ഇയറിൽ ദൈവം അത്ഭുതകരമായ ഒരു സ്കോളർഷിപ്പ് ആ ഒരു ഇയറിൽ ദൈവം എനിക്ക് എന്റെ ചെലവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഓപ്പൺ ചെയ്ത് തന്നു. പെട്ടെന്ന് അതുവരെ ഇല്ലായിരുന്നു. ഫസ്റ്റ് ഇയേഴ്സിനെ വന്നു കയറിയവർക്ക് ഒരിക്കലും ഒരു സ്കോളർഷിപ്പും അതിന് മുന്നേ വരെ കൊടുത്തിട്ടില്ല. സെക്കൻഡ് ഇയർ ഒക്കെ തൊട്ട് കിട്ടിയവരുണ്ട്. പക്ഷെങ്കിൽ ആ ഇയർ ഞാൻ ചെന്ന സമയത്ത് ഒരു 1.5 month കഴിഞ്ഞപ്പോഴത്തേനാണ് ഈ ഒരു സ്കോളർഷിപ്പ് സ്കീം അവിടെ കടന്നു വരുന്ന. ഒരു ചൈനയിലുള്ള ഫോറിനേഴ്സ് അല്ലാതെ ചൈനീസുകാർക്കും കൂടി വേണ്ടി ഇൻക്ലൂഡ് ചെയ്തൊരു 3000 യൂണിവേഴ്സിറ്റി, അതിൽ നിന്ന് 30 സ്റ്റുഡൻസിനെ തെരഞ്ഞെടുക്കും. അതിലെ ഒരാളായിട്ട് കർത്താവ് എന്നെയും കണ്ടു. എന്താ ക്രൈറ്റീരിയ എന്നൊന്നും എനിക്കും അറിയത്തില്ല. കാരണം ഞങ്ങൾ വന്നു കയറിയതേ ഉള്ളൂ. ഒത്തിരി യോഗ്യരായിട്ടുള്ളവരൊക്കെ ഉണ്ട്. ഞാൻ സ്റ്റേറ്റ് സിലബസിലാണ് പഠിച്ചത്, വേറെ ഇന്റർനാഷണൽ ലെവലിലൊക്കെ പഠിച്ചവരാണ് അവിടെ വന്നിരിക്കുന്നത്. പക്ഷെങ്കിൽ ദൈവം കണ്ടതുകൊണ്ട് എന്താ പറയുക, അവിടെ എന്റെ പേരുടെ കൂട്ടിച്ചേർക്കുവാൻ ദൈവം മഹാകാരുണ്യം കാണിച്ചു. അങ്ങനെ എന്റെ ചെലവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയും ദൈവം ആ രാജ്യത്ത് എനിക്ക് വേണ്ടി കരുതി തന്നു. അങ്ങനെ സെക്കൻഡ് ഇയർ ഒക്കെയും കടന്നു പോയപ്പോഴും അവിടെ സീനിയേഴ്സിന്റെ ഒക്കെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. കുറെ ഒരു ഫോറിൻ ചർച്ച് ഉണ്ട്. പക്ഷെങ്കിൽ നമുക്കത് ഒരിക്കലും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാരണം വേണ്ട വിധത്തിലുള്ള ദൈവസാന്നിധ്യം ഒന്നും എനിക്ക് ഇൻഡിവിജ്വലി അനുഭവിക്കാൻ ഒത്തിരി ഞാൻ പാടുപെട്ടു. അവിടെ സ്ട്രഗിൾ ചെയ്തു ആ ഒരു ചർച്ചിന്റെ വിഷയം വന്നപ്പോ. എങ്കിലും സീനിയേഴ്സിന് കുറച്ചുപേരുണ്ടായിരുന്നു, ഗ്യാതറിങ്സ് ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ബൈബിൾ വായിക്കുകയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു.
പിന്നീട് കോവിഡ് വന്നു, 2019 2020 ഒക്കെ ആയപ്പോഴത്തേനും നാട്ടിലേക്ക് നാട്ടിൽ കടന്നു വന്ന ബിലീവേഴ്സ് തിരുവല്ലയിലൊക്കെ ഒബ്സർവേഷൻഷിപ്പ് ചെയ്യാൻ ദൈവം സഹായിച്ചു. അപ്പോഴും ഇയേഴ്സ് ഒന്നും പോകാതെ തന്നെ ഓൺലൈൻ ക്ലാസ് പോയി. പക്ഷെ ആ സമയത്ത് ദൈവം എന്നെ ശരിക്കും ഇവിടെ പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. കാരണം ഇവിടെ അപ്പം മമ്മിയുടെ പപ്പ ഉണ്ടായിരുന്നു. അപ്പം മമ്മിയുടെ പപ്പയെ ശുശ്രൂഷിപ്പാനും അപ്പച്ചൻ എന്റെ കയ്യിൽ നിന്നാണ് മരിക്കുന്നത്, കൈ കിടന്നാണ് മരിക്കുന്നത്. അപ്പോ ആ ഒരു അവസാന നിമിഷമൊക്കെയും അപ്പച്ചന്റെ അനുഗ്രഹം പ്രാപിപ്പാനൊക്കെയും ദൈവം അങ്ങനെ ഒരു ഭാഗ്യം എന്റെ ജീവിതത്തിൽ നൽകി തന്നു. അങ്ങനെ എന്താ പറയാ, പലരുടെ ചോദ്യങ്ങൾ ഇനിയും പോകുന്നില്ല, ഇനി അങ്ങനെ ഒത്തിരി. കാരണം നിങ്ങൾക്ക് അത് എത്രമാത്രം പറഞ്ഞാൽ മനസ്സിലാവുന്ന അറിയത്തില്ല. കാരണം ആ ഒരു ടൈമിൽ നമ്മൾ ഒരു കോഴ്സിന്റെ ഏറ്റവും മധ്യഭാഗത്ത് നിൽക്കുമ്പോൾ എല്ലാ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു. ഇനി ചൈനയിലെ യൂണിവേഴ്സിറ്റി എല്ലാം പൊളിഞ്ഞു പോയോ എന്നുള്ള രീതിയിലൊക്കെയും. പക്ഷെങ്കിൽ ദൈവം ഒത്തിരി ബലപ്പെടുത്തി അങ്ങനെ ചോദിച്ചവരോടൊക്കെയും. കാരണം വിശ്വാസം നമ്മളിൽ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമ്മളത് വാ കൊണ്ട് ഡിക്ലെയർ ചെയ്യുമ്പോഴാണ് അത് എന്താ പറയാ ഉറപ്പിക്കുന്നത്. കാരണം അപ്പൊ സ്വർഗത്തിൽ പറയും എന്റെ പൈതൽ അത് ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. കാരണം എല്ലാത്തിനെയും തകർത്ത് കളവാനും പണിയുവാനും ഉള്ള അധികാരം നമ്മുടെ നാവിൽ ദൈവം നൽകി തരുമ്പോൾ നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടെന്ന് എപ്പോഴും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെങ്കിൽ ഒരു 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 പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പം, അല്ലെങ്കിൽ നമ്മൾ വേറെ ആൾക്കാരിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളത് വാ കൊണ്ട് ഡിക്ലെയർ ചെയ്യണം. അയ്യോ അറിയില്ല, എന്റെ ജീവിതം അങ്ങനെയാണ്. അങ്ങനെ ഒരിക്കലും നമ്മൾ നമ്മുടെ വാ കൊണ്ട് പറയരുത്. ഇല്ല, എന്റെ കർത്താവ് എന്നെ വിടുവിക്കൂ എന്ന് പറഞ്ഞ് ആ ഒരു വിശ്വാസം നമ്മുടെ വാക്കുകളായിട്ട് ഡിക്ലെയർ ആകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് വലിയ ദൈവപ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് ഇടയാം. കർത്താവ് ആ വാക്കിന്റെ മേൽ സീൽ വെക്കും. കാരണം ദൈവനാമ മഹത്വത്തിനായി ദൈവം അത് തീർക്കും. അപ്പൊ അങ്ങനെ കടന്നു വന്നു. പിന്നെ 2023 തിരിച്ചു പോകുവാനായിട്ടൊക്കെയും ദൈവം സഹായിച്ചു. ആ ഒരു 2023 കടന്നു ചെന്നതിന് ശേഷമാണ് യഥാർത്ഥമായുള്ള ടേണിംഗ് പോയിന്റ്. എന്തിനാണ് കർത്താവ് എന്നെ കൊണ്ടുവന്നു എന്ന്. കാരണം ഇനി അധികം ടൈമില്ല. അപ്പൊ ദൈവത്തിന് തന്നെ അറിയാം. അപ്പൊ പിന്നെ കാര്യങ്ങളെല്ലാം ഭയങ്കര എന്താ പറയാ ഫാസ്റ്റ് ആയിരുന്നു. ദൈവം ദർശനത്തിലൂടെ ഓരോ കാര്യങ്ങൾ തരാൻ തുടങ്ങി. ഉറക്കം തരാതെ എന്താ പറയാ, നീ ഇത് ചെയ്യണം, അവിടെ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഞാൻ കുഞ്ഞിലെ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവ് ഓരോ ദേവദാസന്മാരും പറയുന്നു കർത്താവ് സംസാരിച്ചു എങ്ങനെ കർത്താവ് സംസാരിച്ചാൽ മനസ്സിലാകുക എന്നൊക്കെ ഒത്തിരി പലരുടെ അനുഭവമൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ ആ ഒരു ടൈമിൽ എനിക്ക് മനസ്സിലായി നമ്മളെ ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല. യഥാർത്ഥമായി കർത്താവ് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാവും അത് കർത്താവാണ് സംസാരിച്ചെന്നുള്ളത് വ്യക്തമായി. കാരണം അവന്റെ ശബ്ദവും അവന്റെ ആ ലാവണ്യ വാക്കുകളും എന്നൊക്കെ പറയുന്നത് ഈ ലോകത്തിലെ ഒരു മനുഷ്യനും ഒരു ശക്തിക്കും ഇല്ലാത്ത ഏറ്റവും എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോ പക്ഷെങ്കിൽ ആ ഒരു കർത്താവാണ് എന്നിൽ സംസാരിക്കുന്നുള്ള വ്യക്തമായ ബോധ്യം എന്നിലുണ്ടായി. അപ്പോ അങ്ങനെ ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്ന കുറച്ചുപേര് ഞങ്ങളൊരു ഗാർഡനിൽ പോയിട്ട് ഒരുമിച്ച് കൂടി ഒരു ഗിറ്റാറൊക്കെ വായിച്ച് വർഷിപ്പ് ചെയ്ത് എല്ലാവരും തമ്മിൽ അവരുടെ വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ടൊക്കെ ദൈവം സഹായിച്ചു. അങ്ങനെ മുന്നോട്ട് പോയി. എന്തോ പല കാരണങ്ങൾ കൊണ്ടും എല്ലാവർക്കും അവരുടേതായ വർക്ക്സ് ഉണ്ട്. പിന്നെ ആവശ്യങ്ങൾ വരുമ്പോഴാണ് കൂടുതലും ദൈവസന്നിധിയിലേക്ക് വരുന്നത്. കാരണം അവിടെ അങ്ങനെ രാജ്യത്ത് പേരൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പോ അവര് പറഞ്ഞ എനിക്ക് ടൈമില്ല, വരാൻ ടൈമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എല്ലാവരും അവരുടേതായ രീതിയിലേക്ക് കടന്നുപോയി. പക്ഷെ കുറച്ച് മാസങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അവര് കടന്നുപോയി. കാരണം അവര് കടന്നു പോകുന്ന പലരും ഡിപ്രഷനിലൂടെ കടന്നുപോയി, പല വിഷമങ്ങളിൽ കൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ആ രാത്രിയില് ദൈവാത്മാവ് എനിക്ക് അവരെ പറ്റിയുള്ള ദർശനം തരും. അപ്പൊ ഞാൻ പിറ്റേ ദിവസം ചെന്ന് ആ ആളോട് ചോദിക്കും, നീ ഇന്നലെ എന്തു പറ്റി, ഇന്നലെ രാത്രി നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ, നീ ഇന്ന കാര്യങ്ങൾ സംസാരിച്ചോ എന്ന് പറഞ്ഞ് അവരോട് ചെന്ന് ചോദിക്കും. അവര് പറയും, ബിൻസി നീ ഇതെങ്ങനെ അറിഞ്ഞോ, ഞാൻ എന്റെ റൂമിൽ അനുഭവിച്ച കാര്യം നീ എങ്ങനെ അറിഞ്ഞോ എന്നുള്ള ചിന്ത. അപ്പൊ അവർക്കത് എന്താ പറയുക, എന്നെ കാണുന്ന ഒരാളുണ്ട് എന്നുള്ളൊരു ബോധ്യം. അപ്പം പറയും നമ്മുടെ ശക്തി ഒന്നുമല്ല, നിന്നെ കാണുന്ന ഒരു യേശു കർത്താവുണ്ട്, ആ കർത്താവ് വെളിപ്പെടുത്തി തന്നാന്ന്. അങ്ങനെ അവരിലേക്ക് അത് ഇറങ്ങി ചെല്ലുവാനിട്ടിടെ അങ്ങനെ ഞങ്ങൾ പിന്നെയും മീറ്റിംഗ് റിസീവ് ചെയ്യാൻ ദൈവം സഹായിച്ചു. അപ്പോഴത്തേനും ഞങ്ങളുടെ മീറ്റിംഗിലുള്ള ഒരു ജൂനിയർ ഉണ്ടായിരുന്നു. അപ്പൊ അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് മീറ്റിംഗ് മാറ്റുവാനായിട്ടൊക്കെയും അവിടെ ഞങ്ങൾക്ക് കൂടി വരുവാനായിട്ടൊക്കെയും ദൈവം സഹായിച്ചു. അങ്ങനെ ഇരുന്നു. ഒരു സെപ്റ്റംബർ 7 ആയപ്പം ഒരു സൂം മീറ്റിംഗ് കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ, ഫോർ ഔട്ട് ഫോർ ക്രൈസ്റ്റ്, കർത്താവിന് വേണ്ടി നിങ്ങളുടെ താലന്തുകൾ കർത്താവിന് വേണ്ടിയുള്ളത് സകലതും ഒഴുക്കിപ്പെടുക എന്നുള്ളൊരു ബോധ്യം. അത് കോവിഡ് ടൈമിൽ ദൈവം എനിക്കൊരു ആ ഒരു പേര് എന്റെ മുന്നിൽ ഇങ്ങനെ എഴുതി കാണിച്ച, ഫോർ ഔട്ട് ഫോർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ. അന്ന് എനിക്ക് അറിയില്ല എന്തോ എന്റെ മുന്നിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ആ ഒരു സൂം മീറ്റിംഗ് തുടങ്ങാൻ വേണ്ടി ലീഡിങ് തന്നപ്പം ദൈവം അത് എന്നെ ഉറപ്പിച്ചു. അങ്ങനെ അവിടെ ഉള്ളവര് മാത്രമല്ല, പല സ്ഥലങ്ങളിലെ ചർച്ചസ് ഇല്ലാത്തവര് അങ്ങനെ ഉള്ള യൂത്ത്സിന് വേണ്ടി ഒരു സൂം മീറ്റിംഗ് തുടങ്ങണമെന്ന് പറഞ്ഞ ദൈവം ഒരു നിയോഗം തന്ന 2023 സെപ്റ്റംബർ 17 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു.
അങ്ങനെ തുടങ്ങിയിരുന്നപ്പോഴാണ് സെപ്റ്റംബർ 21 എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. അത് അപ്രതീക്ഷിതമായിരുന്നു. ദൈവം പല അടയാളങ്ങളൊക്കെയും തന്നിരുന്നു. നീ വലിയൊരു പ്രതിസന്ധി കൂടി നിന്റെ പഠന കാലയളവിന്റെ അവസാനം കടന്നു പോകുമെന്ന്, അതല്ലാതെ നിനക്ക് വലിയൊരു എൻകൗണ്ടർ ഉണ്ടാകും എന്ന്, ദൈവത്തിന്റെ ഒരു എൻകൗണ്ടർ ഉണ്ടാകും എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയൊക്കെ എൻകൗണ്ടർ ഉണ്ടാവും എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല, നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ദൈവാത്മാവ് ഡയറക്റ്റ് ഇറങ്ങി വരികയായിരിക്കും എന്നൊക്കെയുള്ള ചിന്ത എന്റെ മനസ്സിൽ കൂടെ അങ്ങനെ ആയിരിക്കും എന്നുള്ളത്. പക്ഷെ ദൈവത്തിന്റെ പ്ലാനും പദ്ധതി എന്ന് പറയുന്ന ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ ആകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ശരിക്കും എന്താ പറയുക, നല്ല റഷ് റോഡാണ്, ഒത്തിരി ഒത്തിരി ബിസി റോഡാണ്. അവിടെ ഒരു കാർ വന്ന് ഞാൻ പോയിക്കൊണ്ടിരുന്ന ബൈക്കിൽ, അവിടെ ഒരു ബാറ്ററി ബൈക്കാണ്, അത് വന്ന് ഇടിക്കാനായിട്ടിടയായി. ശരിക്കും ആ ഒരു മൊമെന്റ് നോക്കുകയായിരുന്നെങ്കിൽ ഞാൻ തെറിച്ചു പോകേണ്ടിയാണ്. പക്ഷെ എനിക്ക് ആ കാർ വന്ന് ഇടിച്ച് ആ കാർ നിന്ന് പോകുവാനായിട്ടിടയായി. അതുകൊണ്ട് എന്റെ ലെഫ്റ്റ് ലെഗ് ഫ്രാക്ചർ മാത്രമേ ഉണ്ടായുള്ളൂ. അല്ലായിരുന്നെങ്കിൽ ഞാൻ ആ രാജ്യത്ത് വെച്ച് മരണപ്പെടുവാൻ വേണ്ടി ശത്രു വിധി എഴുതിയ സ്ഥാനത്ത് സകല വിധികളെയും തിരുത്തി എഴുതി ദൈവനാമം മഹത്വത്തിനാക്കി ദൈവം തീർത്തു. അങ്ങനെ ഫ്രാക്ചറായി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയപ്പോഴും ഞങ്ങൾ ആ ടൈമിൽ, ആ ആഴ്ച ഞങ്ങൾ സാറ്റർഡേയിൽ മീറ്റിംഗ് നടത്താൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പാർട്ട്മെന്റിൽ. ഒരു സെപ്പറേറ്റ് മീറ്റിങ്ങും പരിശുദ്ധാത്മാവിന്റെ കാര്യങ്ങളൊക്കെയും സംസാരിക്കാൻ വേണ്ടി ഒരു മീറ്റിങ്ങിന് വേണ്ടി ഞങ്ങൾ ആ രാജ്യത്തിരിക്കുകയാണ്. പക്ഷെങ്കിൽ അപ്പോഴത്തേനും പറഞ്ഞു നമ്മുടെ മീറ്റിംഗ് എന്ത് ചെയ്യുന്ന പറഞ്ഞപ്പം ദൈവാത്മാവിനെ ഒത്തിരി ബലപ്പെടുത്തി. ആ സമയത്ത് എന്താ പറയുക, കപ്പലിൽ കർത്താവ് ഉണ്ട്, പക്ഷെ എന്തോ ഒരു മൗനത, എന്തോ ഒരു സൈലൻസ് ഞാൻ ഫീൽ ചെയ്തു. അതിനു മുന്നേ വരെ ഞാൻ വിളിക്കുമ്പം എന്താ പറയുക, പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തിരുന്ന ആ ഒരു റെസ്പോൺസ്, ഒരു റിപ്ലൈ എനിക്ക് ദൈവത്തിന് കിട്ടാത്ത പോലെ ഒരു ഫീൽ എന്റെ മനസ്സിൽ വന്നു. കർത്താവ് ബോട്ടിലുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെങ്കിൽ ഹി വാസ് കംപ്ലീറ്റ്ലി സൈലന്റ്. സോ പക്ഷെങ്കിൽ അതുവരെ ദൈവം എന്നെ ബലപ്പെടുത്തി ആ ബലം മുഴുവൻ ഉപയോഗിപ്പാൻ ദൈവം സഹായിച്ചു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, മീറ്റിംഗ് എന്ത് വന്നാലും നിങ്ങൾ നിർത്തരുത്, ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന് ഫോണിൽ കൂടെ ആണെങ്കിലും നിങ്ങളോട് സംസാരിച്ചോളാം, നിങ്ങൾ അപ്പാർട്ട്മെന്റിൽ ഇരുന്ന് കൂടണോന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്തൊക്കെയും ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഒരു എല്ലൊടിക ഞങ്ങളുടെ ബാച്ചിലെ ഒരു 1 ഇയറിന് മുന്നേ ഈ സെയിം ഫ്രാക്ചർ ഒരാൾക്കുണ്ടായിരുന്നു. അപ്പൊ അവൻ കടന്നുപോയ വേദനയൊക്കെയും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഹോസ്പിറ്റലിൽ കാറ് വിളിച്ച് ആ വേദനയും കൊണ്ട് നിലവിളിക്കുന്ന. പക്ഷെങ്കിൽ എനിക്ക് വേദന അനുഭവിപ്പാൻ ദൈവം സഹായിച്ചില്ല. ഞാൻ അവിടെ നൈറ്റിൽ എന്നെ അവിടെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോഴും എന്നെ പഠിപ്പിക്കുന്ന ഡോക്ടേഴ്സും പരിചയമുള്ള നഴ്സസും ഒക്കെയാ വരുന്നത്. അപ്പൊ ഒരു ബിൻസി നിനക്ക് പെയിൻ കില്ലർ ഇൻജെക്ട് ചെയ്യാനോ? ഞാൻ പറയാം എനിക്ക് പെയിൻ കില്ലറിന്റെ ആവശ്യമില്ല, എനിക്ക് പെയിൻ ഇല്ല. എന്റെ എല്ലെന്ന് പറയുന്നത് കുറച്ച് കോമ്പൗണ്ട് ആയിട്ടാണ് ഫ്രാക്ചർ ചെയ്തത്, ബട്ട് സ്റ്റിൽ എനിക്ക് പെയിൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അവർക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട്. അവർ നിനക്ക് സെൻസേഷൻസ് ഒക്കെ ഉണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് എല്ലാ സെൻസേഷൻസും ഉണ്ട്. ബോൺ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരസുന്ന വരെ എനിക്കറിയാം, കാരണം അത്ര ഫ്രാക്ചർ ആയിട്ട് ഇതിങ്ങനെ ഒടിഞ്ഞു കിടക്കുക. അപ്പം എനിക്കത് കാല് പൊക്കുമ്പോ എനിക്കറിയാം ഇതിങ്ങനെ മീൻസ് ലൈക്ക് വേർപെട്ട് കിടക്കുവാണ്. പക്ഷെ സ്റ്റിൽ എനിക്ക് പെയിൻ ഇല്ല. അപ്പോ ഞാൻ ഒന്നും മനസ്സിലാക്കുന്നത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അതാവുമ്പം അതിന്റെ വേദന അനുഭവിക്കാൻ ദൈവം സഹായിച്ചില്ല. ആ സമയത്ത് ഞാൻ കർത്താവിനോട് ചോദിച്ചൊരു കാര്യമുള്ളൂ, കർത്താവ് ക്രൂശി കിടന്നാൽ പോലും അങ്ങയുടെ പുത്രനെ എല്ലൊടിക്കുവാൻ അങ്ങ് സമ്മതിച്ചില്ലല്ലോ എന്നൊരു ചോദ്യം. അങ്ങനെ ഒരു ഒറ്റ ചോദ്യം മാത്രമേ ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുള്ളൂ. കാരണം അവന്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോയില്ല എന്ന് വചനം പറയുന്നല്ലോ. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം മാത്രം കർത്താവിനോട് ചോദിച്ചു. കർത്താവ് ഈ അനുവദിച്ച കഷ്ടതകൾക്കൊക്കെ നന്ദി എന്ന് ഞാൻ ആ ഹോസ്പിറ്റൽ ബെഡിൽ കിടന്ന് ഞാൻ ദൈവത്തിന് നന്ദി കൊടുത്തു. അപ്പോഴും എനിക്ക് റെസ്പോണ്ട് ഒന്നും കിട്ടുന്നില്ല. നോർമലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പീസ് ഒന്നും എന്റെ ഉള്ളിലേക്ക് വരുന്നില്ല. ബട്ട് സ്റ്റിൽ ദൈവത്തോട് അങ്ങനെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ആ ടൈമില് എന്റെ സർജറി കഴിഞ്ഞ ആ ഡേ തന്നെ സർജറി ഒരു അമ്മച്ചിക്കും കഴിഞ്ഞു. അപ്പൊ ആ അമ്മച്ചി സർജറി കഴിഞ്ഞ ആ ഡേ തന്നെ കാലൊക്കെ നല്ലപോലെ എലിവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ എനിക്ക് എലിവേറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഡോക്ടേഴ്സ് റീഹാബിലിറ്റേഷൻ ചെയ്യാൻ വരുമ്പം മാത്രം അവരിങ്ങനെ കാല് പൊക്കുമ്പോ ഞാൻ പറയും നിങ്ങളുടെ കൈ താക്കരുത്, കാല് താഴെ വീഴും. അപ്പോ കാരണം എനിക്ക് തന്നെ എലിവേറ്റ് ചെയ്ത് പൊക്കുവാൻ ബാക്കി സെൻസേഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ എലിവേറ്റ് ചെയ്യാനും ഡിപ്രസ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ എനിക്ക് നഷ്ടപ്പെട്ട പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നിന്റെ ഏതോ ഒരു നെർവിന് ഡാമേജ് പറ്റുമെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ ഇങ്ങനെ നമ്മൾ മെഡിക്കൽ സ്റ്റുഡൻസ് ആയത് പിന്നെ നമ്മൾ അതിനെ പറ്റിയുള്ള വായിക്കുകയൊക്കെ ചെയ്തപ്പം എനിക്കും കുറച്ച് ടെൻഷൻ ഇങ്ങനെ കയറി വന്നെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ചു. ഞാൻ തിരിച്ച് ഡോർമെട്രി ഡിസ്ചാർജ് ചെയ്ത് ഡോർമെട്രി തിരിച്ചു ചെന്നപ്പോഴും എനിക്ക് മനസ്സിലായി അതിൽ ഒരു ബെറ്റർ എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോ അങ്ങനെ ഒരു 1 വീക്ക് പോയി എന്നോട് പറഞ്ഞു നീ 6 months ബെഡ് റെസ്റ്റ് ആയിരിക്കണം, ഒന്നെങ്കിൽ നീ അവിടെ ബെഡ് റെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ എങ്ങനെയും നാട്ടിൽ എത്തിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത്. പക്ഷെ ഈ ദൈവത്തിൽ ആശ്രയിച്ചു. കാരണം കർത്താവിനോട് പറഞ്ഞു നീ 2024 പുറത്തു വരുമെന്ന്. നാട്ടിൽ പോയാൽ ഒരിക്കലും അത് സാധിക്കത്തില്ല. അപ്പൊ കർത്താവിന്റെ വാഗ്ദത്തങ്ങളൊക്കെയും ദൈവം മുന്നമേ അറിയിക്കുന്നത്
ആ ഒരു പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ ദൈവം നമ്മളെ ഒത്തിരി ബലപ്പെടുത്താനാ. അപ്പോ അങ്ങനെ 1 വീക്ക് പോയി ഒത്തിരി ലിറ്ററേച്ചേഴ്സ് ഒക്കെ വായിച്ചപ്പോ എനിക്ക് മനസ്സിലായി എന്റെ കാലിന്റെ പോക്ക് അത്ര ശരിയല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായപ്പം ആ ഒരു 1 വീക്ക് കഴിഞ്ഞപ്പം എന്റെ ഫ്രണ്ട്സ് ഒരു രാത്രിയിൽ കിടന്നുറങ്ങാൻ വേണ്ടി ഞാൻ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ഞാൻ ബെഡ് റെസ്റ്റിലാണ്. അപ്പൊ അവര് ലൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അന്ന് രാത്രിയില് സൗണ്ട് ഇല്ലാതെ ഞാൻ വിശ്വസിക്കുന്നു ഇതിന് പലരും എന്താ പറയാ, നിങ്ങളുടെ കണ്ണുനീര് തലവണയും കൊണ്ട് നിറച്ച അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. മറ്റാരും കേൾക്കരുതെന്ന് പറഞ്ഞ ഒരു പക്ഷെ കോട്ട്സ് ഇട്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ അവരുടെ വൈറ്റ് കോട്ട് എന്ന് പറയുന്നത് ഒത്തിരി എന്താ പറയാ, അവരുടെ ആ വൈറ്റ് കോട്ട്സിന്റെ റിഫ്ലക്ഷൻ മൂലം എനിക്ക് കണ്ണ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം അതിന്റെ ശക്തി മൂലം, ആ വെട്ടത്തിന്റെ ശക്തി കണ്ണിലേക്ക് അടിക്കുന്ന കാരണം എനിക്ക് കണ്ണ് ഞാൻ ബേർലിയാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോ അങ്ങനെ ഇരുന്ന് അവര് കടന്നു വന്ന ഒരു കൂട്ടം, അങ്ങനെ ഒത്തിരി നല്ല തടിയും എന്താ പറയുക, ലോകത്തിലെ നോർമൽ ശരീരപ്രകൃതി ഒന്നുമല്ല അവരുടേത്. അങ്ങനെ അതിൽ നിന്ന് ഒരാൾ മുന്നോട്ട് കയറി വന്നിട്ട് മുഖം എനിക്കിപ്പോഴും എന്റെ ഓർമ്മേനെ അത് കംപ്ലീറ്റ്ലി പോയി. പക്ഷെ ഉള്ളവരിലേക്കാട്ടിലും നല്ല ഹൈറ്റും നല്ല വലിപ്പവും ഒക്കെ ഉള്ള ഒരാൾ വന്നിട്ട് ഈ മീറ്റിങ്ങിന്റെ പേര് പോലെ മിറാക്കുലസ് ഹാൻഡ് ഓഫ് ജീസസ്, ആ ആളുടെ ഒരു കരം എന്താ പറയാ എന്റെ കാലയിൽ വന്ന് ഓയിൽ ഇങ്ങനെ പൂശി, ആ ഓയിലിന്റെ ആ ഒരു ഫീൽ എനിക്ക് ഇപ്പോഴും അത് പറയുമ്പോ എന്റെ കാലിലറിയാം. അതിങ്ങനെ കാലിൽ പൂശുന്നു, എന്റെ കാല് റീഹാബിലിറ്റേഷൻ എന്തൊക്കെയോ ചെയ്യുന്നു, കാലിങ്ങനെ പൊക്കുകയാണോ എടുക്കുകയാണോ അങ്ങനെയൊക്കെ ചെയ്ത് എന്റെ തലയിൽ ഇങ്ങനെ തലോടി മുഖത്ത് നോക്കി ചിരിച്ചിട്ട് കടന്നു പോകുമ്പം ഞാനൊരു വാക്ക് പറയുന്നുണ്ട്, നിങ്ങൾ കടന്നു പോകുമ്പം ആ ഡോറ് നടച്ചിട്ട് പോടെ. കാരണം ദ വിഷൻ വാസ് സോ റിയലിസ്റ്റിക്. അതുകൊണ്ട് തന്നെ കാരണം എനിക്ക് ബെഡിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല, എന്റെ ഫ്രണ്ട്സ് കിടന്നുറങ്ങി, അവരെ എനിക്ക് ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പോകുമ്പം ഡോറ് നടച്ചിട്ട് പോകണമെന്ന് പറഞ്ഞ ഒരു ഓർമ്മ എന്റെ മനസ്സിലുണ്ട്. ദൈവമക്കളെ, അത്ഭുതം എന്ന് പറയട്ടെ, അന്ന് രാവിലെ, അതുവരെ ഞാൻ ബെഡ് റെസ്റ്റിലായിരുന്നു. അപ്പോ അന്ന് രാവിലെ ആ ഒരു വിഷന് ദ നെക്സ്റ്റ് ഡേ എനിക്ക് തന്നെ ഓർമ്മയില്ല എനിക്ക് ഫ്രാക്ചർ പറ്റിയതാന്നുള്ളത്. ഞാൻ എഴുന്നേറ്റ് ടേബിളിലൊക്കെ പിടിച്ച് വാഷ്റൂമിലേക്ക് പോകുക. അപ്പൊ ഫ്രണ്ട്സ് കണ്ടപ്പോ ചോദിച്ചു, ബിൻസി നീ എന്തുവായി കാണിക്കുന്നത്? കാരണം അറ്റ്ലീസ്റ്റ് കാലൊന്ന് തറയെ വെക്കണമെങ്കിൽ തന്നെ 2 വീക്സ് എങ്കിലും കഴിഞ്ഞേ പറ്റുള്ളൂ. ഞാൻ എഴുന്നേറ്റ് ടേബിളിൽ പിടിച്ച് പോവാ. പെട്ടെന്നടുത്ത് അവരിങ്ങനെ പറഞ്ഞു, നിനക്ക് ഫ്രാക്ചർ പറ്റിയതല്ലേ, നീ എന്തുവാ കാണിക്കുന്നേ, നീ ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ഇല്ലേ, ഞങ്ങൾ ഇതൊക്കെ നിനക്ക് പറഞ്ഞു തരണോ എന്നുള്ള രീതിയിൽ അവരിങ്ങനെ സംസാരിച്ചു. അപ്പോഴേ ഞാൻ എനിക്ക് ഫ്രാക്ചർ ശരിക്കും പറ്റിയതായിരുന്നു. ആ ഒരു ബോധ്യത്തിലേക്ക് ശരിക്കുമുള്ള എനിക്ക് എന്താണ് പറ്റുന്നുള്ള ആ ഒരു ബോധത്തിലേക്ക് ഞാൻ തിരിച്ചു വരിക. അങ്ങനെ ഞാൻ പിന്നെയും പെട്ടെന്ന് കട്ടിലിൽ പോയിരുന്നു. എനിക്ക് മനസ്സിലായി എന്റെ കാലിന് എന്തോ ഒരു പവർ ഫീൽ ചെയ്തു. അതുവരെ എനിക്ക് തന്നെ എല്ലാം എലിവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് എഴുന്നേറ്റ് ഇങ്ങനെ ഓടാൻ വേണ്ടിയിട്ടുള്ള ഒരു, കാരണം ആ ഒരു 1 വീക്ക് ബെഡിൽ കിടന്നതിന്റെ ആ ഇതൊക്കെ എന്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ആ 1 വീക്ക് ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു. എനിക്ക് കാൽഷ്യം ടാബ്ലറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അതൊക്കെ കൊണ്ടുവന്ന് തന്നപ്പം എനിക്ക് പോസ്റ്റ് അനസ്തേഷ്യയുടെ ഒക്കെ ഒത്തിരി വൊമിറ്റിംഗ് ഉണ്ടായിരുന്നു. അതൊന്നും എനിക്ക് ടാബ്ലറ്റ് കഴിക്കും, ഫുഡ് കഴിക്കും, അതേപോലെ തന്നെ വൊമിറ്റ് ചെയ്യും, അങ്ങനെ ഒരു അവസ്ഥ. അപ്പൊ ഒന്നിന്റെ ഒരു ബലം എന്റെ ശരീരത്തില്ല. കാരണം ഫുഡൊന്നും ആ ഒരു വീക്കിൽ നേരെ ചെന്നിട്ട് പോലും ഇല്ല. പക്ഷെങ്കിൽ ആ ഒരു വിഷന് ശേഷം എന്റെ കാലില് ഭയങ്കര പവർ ഫീൽ ചെയ്യുക. എനിക്കിപ്പോ എഴുന്നേറ്റ് നിൽക്കാം, എനിക്ക് ആരുടെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ എന്തോ എന്റെ നോർമൽ ഹെൽത്തി ലെഗിനെക്കാട്ടിലും ഒരു പവർ എന്റെ കാലിൽ ഫീൽ ചെയ്യുക. അതിപ്പോഴും ഞാൻ അനുഭവിക്കുന്നുണ്ട്. കാരണം പലപ്പോഴും യാത്രകളൊക്കെ ചെയ്തു കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഒരു കുഴപ്പമില്ലാത്ത കാലിലായിരിക്കും ക്ഷീണം, മറ്റേ കാലിന് ഒരു പ്രശ്നവും ഇല്ല, അതിനൊരു പെയിനും ഇല്ല, ക്ഷീണവും ഇല്ല, ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ആ ഒരു അത് അവർക്ക് കണ്ടപ്പോഴും അവർക്ക് ഒത്തിരി അത്ഭുതമായി. പക്ഷെങ്കിൽ അവരങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാൻ പിന്നെ ക്രച്ചസ് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ 6 months എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഒരു 1.5 വീക്ക് 2 വീക്കിനുള്ളിൽ കർത്താവ് എന്നെ എഴുന്നേപ്പിച്ച് ഇന്റേൺഷിപ്പിന് കടന്നു പോകാൻ സഹായിച്ചു. ഞാൻ ക്രച്ചസും കൊണ്ടാണ് ഇന്റേൺഷിപ്പിന് കടന്നത്. ആ ടൈമിൽ എന്റെ ഇന്റേൺഷിപ്പ് നടക്കുന്ന ടൈമാണ്. അപ്പൊ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും ഡോക്ടേഴ്സ് പേഷ്യൻസ് ഇങ്ങനെ നോക്കുമോ, ഡോക്ടർ ക്രച്ചസുമായിട്ട് വരുന്നു. പിന്നെ ഞങ്ങൾ ഈ ബെഡിൽ കിടക്കുന്നത്, അവർ തന്നെ ഇങ്ങനെ എന്നെ കാണുമ്പോഴത്തേനും എഴുന്നേറ്റങ്ങ് ഇരിക്കും, ഡോക്ടർ ക്രച്ചസ് ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ. അപ്പൊ അവർക്കത് അവരുടെ ദൈവം ഇല്ലാത്തവരാണെങ്കിൽ തന്നെയും അവർക്കത് കാണുമ്പം എന്തോ ഒരു മോട്ടിവേഷൻ അവർക്ക് ഫീൽ ചെയ്ത് അവരിങ്ങനെ സംസാരിക്കാനും ഒക്കെ. അപ്പൊ ഒത്തിരി ഡോക്ടേഴ്സ് ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുകയും എല്ലാ രീതിയിലുള്ള സഹായങ്ങളും കാര്യങ്ങളൊക്കെയും ചെയ്തു തന്നു. അവിടെ പലപ്പോഴും നമ്മൾ അതുവരെ ഓടി നടന്ന ഹോസ്പിറ്റല് ഈ റിമോട്ട് കൺട്രോൾഡ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഡോർസിന്റെ ഒക്കെ അടുത്ത് പോയിരിക്കുമ്പോൾ ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. കാരണം ക്രച്ചസ് ഇങ്ങനെ വെച്ചിരിക്കുക, കാരണം കർത്താവിനെ ബലപ്പെടുത്തിയാന്നറിയാം. പക്ഷെ മനുഷ്യരുടെ വാക്കുകൾ കടന്നു വന്നപ്പോഴത്തേനും അതിനൊക്കെ ഫ്രാക്ചർ പറ്റിയതാ എന്നുള്ള ചിന്ത വന്നപ്പോഴത്തേനും ശകലം ആ ക്രച്ചസിനോട് ഡിപ്പെൻഡഡ് ആയി പോയി ഒരു 2 months. അങ്ങനെ ഞാൻ ഡോറിന്റെ അടുത്ത് പോയി നിൽക്കുമ്പം ഒത്തിരി ഭാരപ്പെട്ടു. കാരണം ഓടി നടന്ന ഡോർ പെട്ടെന്ന് അങ്ങനെ വരുമ്പം കർത്താവെ ആരെങ്കിലും ഒന്ന് വന്ന് ഈ ഡോർ ഒന്ന് തുറന്നു തന്നാൽ മാത്രമേ, കാരണം ഞാൻ
തുറന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്ത് തുറക്കാൻ പോകുമ്പോഴത്തേനും അപ്പോഴത്തേനും ആ ഡോർ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോ അങ്ങനത്തെ അവസ്ഥയെ കൂടെ ഒക്കെ കടന്ന് ഒത്തിരി ഭാരപ്പെട്ടു. ആ സമയത്തൊക്കെയും ഞാൻ രാത്രി പ്രാർത്ഥിച്ചപ്പോ ദൈവം ഒരു ദർശനം കാണിച്ചു തന്നത് ഒരു ഓട്ടം സീസൺ ഞാൻ ഇങ്ങനെ ഓടി നടക്കുന്നതായിട്ട്. ഓട്ടം സീസൺ ഒരു 2 months കഴിയുമ്പോഴാണ് അവിടെ തുടങ്ങുന്നത്. അപ്പോഴത്തേനും ആ ടൈമില് അപ്പൊ എനിക്ക് മനസ്സിലായി ആ സമയം ആകുമ്പോഴത്തേനും ദൈവനെ ക്രച്ചസ് മാറ്റുവാൻ സഹായിക്കും എന്നുള്ള ബോധ്യം എനിക്ക് മനസ്സിലായി. കറക്റ്റ് ആ ഒരു ഓട്ടം സീസൺ ആയപ്പോഴത്തേനും ക്രച്ചസ് മാറ്റി ഞാനിങ്ങനെ ഹോസ്പിറ്റലിലൂടെ ഓടിയ നടക്കുന്നത്. കാരണം അതുവരെ നിങ്ങൾക്കറിയാം എന്തെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുകളും ഡിഫക്റ്റും കാര്യങ്ങളൊക്കെ വരും. പക്ഷെങ്കിൽ നോർമലി എങ്ങനെ ഞാൻ ഓടി നടന്നു അതുപോലെ ഓടി നടപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. 2 weeks കൊണ്ട് കർത്താവിനെ ബെഡിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് 2 months ക്രച്ചസ് റിമൂവ് ചെയ്ത് എന്നെ എന്താ പറയാ ആ ടൈമിലും കാലിന്റെ ബോണിന്റെ അകത്ത് കാലസ് ഒന്നും നേരെ ഫോം ചെയ്തിട്ടില്ല. അപ്പൊ ഡോക്ടേഴ്സിന് തന്നെ അത്ഭുതം, നേരെ കാലസ് എങ്കിലും ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവള് നടക്കുന്നത് കാലസ് ഫോം ചെയ്തോണ്ടാണെന്നെങ്കിലും പറയാം. ബട്ട് എങ്ങനെ ഇവള് നടക്കുന്നു എന്നുള്ള ചിന്തയാണ് അവർക്ക്. പക്ഷെങ്കിൽ ദൈവം അത്ഭുതകരമായി, കാരണം അത് ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ട്. ഇവൾ സേവിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ആ രാജ്യത്ത് വെളിപ്പെടുവാൻ ദൈവം സഹായിച്ചു. കാരണം അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ശരിക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നാൽ മാത്രമേ, കാരണം ഫുൾ മെഡിക്കൽ സ്റ്റുഡൻസ് ആണ്, എല്ലാവരും ഡോക്ടേഴ്സ് ആണ്. അപ്പൊ നമ്മുടെ കർത്താവ് ഉപമകളാൽ സംസാരിക്കുന്ന പോലെ അവർക്ക് എങ്ങനെ മനസ്സിലാകുമോ ആ രീതിയിൽ കൂടെ കടന്നു പോകാൻ ഞാൻ ഒത്തിരി സഹിച്ചെങ്കിലും കർത്താവ് ആ സമയത്ത് മൗനമായിരുന്നെങ്കിലും തക്ക സമയമായപ്പം നിലവിളിയുടെ മധ്യത്തിൽ തന്റെ ശിഷ്യന്മാര് നിലവിളിച്ചപ്പം എഴുന്നേറ്റ് പ്രവർത്തിച്ച കർത്താവ് ആ നിമിഷം എഴുന്നേറ്റ് പ്രവർത്തിച്ച ദൈവനാം മഹത്തിനായി തീരുവാൻ ഇടയാക്കി. അങ്ങനെ മീറ്റിംഗ് സ്ട്രോങ് ആകുവാനായിട്ട് ഇടയായി. അങ്ങനെ ഇരുന്നപ്പം ദൈവാത്മാവ് ഒരു നിയോഗം തന്നു, ആക്സ് പഠിപ്പിക്കണം, അപ്പോസ്തല പ്രവർത്തികള് ബൈബിൾ സ്റ്റഡി ചെയ്യണം എന്നൊരു നിയോഗം ദൈവം നൽകി തന്നു. അങ്ങനെ ഞങ്ങള് എന്റെ ഗ്രൂപ്പിലുണ്ടായിരുന്നവരുമായിട്ട് നമുക്ക് അപ്പോസ്തല പ്രവർത്തികൾ പഠിക്കാം എന്നുള്ള രീതിയിലിരുന്നു. അങ്ങനെ ആക്സ് 1 കഴിഞ്ഞു, 2 ഇങ്ങനെ പഠിപ്പിക്കുകയും അവർക്ക് എന്താണോ അതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യുകയൊക്കെ ആയിക്കൊണ്ടിരുന്നപ്പം അവരും പറഞ്ഞു ഞങ്ങൾക്ക് വി ഓൾസോ നീഡ് ദ ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞു. അവർക്കും ആ ഒരു പരിശുദ്ധാത്മാവിന്റെ സ്നാനം, കാരണം എന്നെ വിടുവിച്ച കർത്താവ് പരിശുദ്ധാത്മാവിനെ പറ്റിയൊക്കെ സംസാരിച്ചപ്പം അവർക്കും ഈ പരിശുദ്ധാത്മാവിനെ വേണം. അപ്പോഴത്തേനും അവർ കർത്താവിനെ സ്വീകരിക്കുകയും എന്താ പറയാ നേരെ രീതിയിൽ എല്ലാ രീതിയിലുള്ള, കാരണം എന്ത് പറഞ്ഞാലും പിന്നെ അവർ വിശ്വസിക്കും. കാരണം ആ രീതിയിലുള്ള പ്രവൃത്തി ദൈവന്റെ ജീവിതത്തിൽ ഓൾറെഡി അവരുടെ കണ്ണിന് മുമ്പിൽ ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് അതിനെതിരെ അവർക്ക് ഇനി ഒന്നും സംസാരിക്കാൻ കഴിയത്തില്ല. അവരുടെ എല്ലാവരുടെയും വായ പൂട്ടിക്കുന്ന രീതിയിൽ ദൈവം ആക്കി കഴിഞ്ഞു. അപ്പോ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. ദൈവം ഒരു നിയോഗം തന്നു, ഫാസ്റ്റിംഗ് ഇരിക്കണം എന്നുള്ളത്. അങ്ങനെ ഒരു 1 day ഞങ്ങളുടെ ഡോമട്രിയുടെ അകത്ത് പായൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഈ യോഗ മാറ്റ്സ് എല്ലാവരുടെയും കയ്യിലുണ്ടായിരുന്നു. അപ്പം യോഗ മാറ്റ് ഞങ്ങൾ തറയിലെല്ലാം വിരിച്ച് എല്ലാവരും ഇവിടെ വട്ടത്തിലിരുന്ന് ഞങ്ങൾക്ക് ഒരൊറ്റ വിഷയമുള്ളായിരുന്നു, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ആരും നല്ല മാർക്കിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല, കർത്താവ് എനിക്ക് നന്മ തരണം അല്ലെങ്കിൽ വേറെ നിങ്ങൾ സ്കോളർഷിപ്പ് ഓപ്പൺ ചെയ്യണം, അതൊന്നുമല്ല പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ വേണം. ഇവളെ വിടുവിച്ച കർത്താവിനെ ഞങ്ങൾക്കും പ്രാപിക്കണം, പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് പ്രാപിക്കണം എന്ന ആ ഒരു ഒറ്റ പ്രാർത്ഥനയായിരുന്നു. ഞങ്ങൾ മോർണിംഗ് 7 തുടങ്ങിയത് രാത്രി 10 വരെ ആ ഒരു മുറിക്കകത്ത് മാത്രം, വേറെ എങ്ങോട്ടും പോയില്ല. എല്ലാരും കൂടെ പാട്ട് പാടുന്നു, വർഷിപ്പ് ചെയ്യുന്നു, സൗണ്ട് ഒന്നും പുറത്തു പോകാൻ പറ്റത്തില്ല. ബട്ട് ആ ഒരു പരിശുദ്ധാത്മാവ് നമുക്ക് പരിജ്ഞാനത്തിന്റെ സുബോധത്തിന്റെ ആത്മാവായോണ്ട് ദൈവം അതിനെല്ലാം ഗൈഡ് ചെയ്ത് തന്നു. അപ്പൊ അങ്ങനെ കഴിഞ്ഞ ഒരു 2 days കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്കൊരു കോൾ വന്നു. അപ്പൊ കോൾ എന്ന് പറയുന്നത് ഞങ്ങള് ചൈനയുടെ സൗത്തിലായിരുന്നു. അപ്പൊ നോർത്ത് ചൈനയിലുള്ള ഒരു ആഫ്രിക്കൻ പാസ്റ്റർ, പ്രോഫറ്റ് എക്കീമ ഫിലിപ്പ് എന്ന് പറയുമ്പോൾ, ഒരു ഫിലിപ്പ് ബ്രദർ എന്നാണ് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്നത്. ആ ദൈവദാസിന് ദൈവം ഒരു ദർശനം കാണിച്ചു കൊടുത്തു. ഞങ്ങൾ ആ ഫാസ്റ്റിംഗ് ഇരുന്ന ആ ഡേ ആണ് ദൈവം ദർശനം കാണിക്കുന്നത്. ഒരു കൂട്ടം ഇരുന്ന് സൗത്ത് ചൈന ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അവരെന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നീ അവരുടെ അടുത്ത് എന്ന് അവരെ അനുഗ്രഹിക്കണം എന്നൊരു ദർശനം ഈ ദൈവദാസിന് ഒരു ദർശനമായിട്ട് ദൈവം നൽകി കൊടുത്തു. അങ്ങനെ അപ്പൊ ഈ ദൈവം ഈ ആഫ്രിക്കൻ പാസ്റ്ററിന് സൗത്ത് ചൈനയിൽ ആരെ അറിയത്തില്ല. ആകെ അറിയുന്ന ഇദ്ദേഹം ബെയ്ജിങ്ങിലായിരുന്നു. അപ്പൊ അവിടെ അറിയാവുന്ന ഒരു ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു മോളെ അറിയാം. അപ്പൊ ഈ ഏഞ്ചലിനെ ആകെ സൗത്ത് ചൈനയിൽ അറിയാവുന്ന എന്റെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ഒരു വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ഒരാളുണ്ടായിരുന്നു. അവളെ മാത്രമേ ഈ ഏഞ്ചൽ അറിയത്തുള്ളൂ. അപ്പൊ അങ്ങനെ തമ്മിൽ കണക്റ്റഡ് ആയി. അപ്പം നിത്യ എന്നാണ് അവളുടെ പേര്. അപ്പൊ നിത്യ ഒന്നിനോട് ചോദിച്ചു, ഇങ്ങനെ നോർത്ത് ചൈന എന്നൊരു പാസ്റ്റ് ഇങ്ങനെ ചോദിക്കുന്നു, സൗത്ത് ചൈനയിൽ ഏതെങ്കിലും മീറ്റിംഗ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ എന്നോട് ചോദിക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് വിളിക്കാം, കാരണം നമ്മൾ ആരെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി, കാരണം നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഏതെങ്കിലും പാസ്റ്റേഴ്സിനെ ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കുകയോ എന്തെങ്കിലും ചെയ്യാം. അപ്പൊ നമ്മൾ ഒരാളെ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുമല്ലേ, വിളിക്കുക, നമുക്കിവിടെ അവർക്ക് വേണ്ടിയുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാമെന്നുള്ള രീതിയിൽ
ഞങ്ങളാകെ 5 പേരേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതിനുവേണ്ടിയുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരുന്നു. അങ്ങനെ ആ ദൈവദാസൻ കടന്നു വന്ന് ഞങ്ങളെ കണ്ട ഉടനെ ദൈവത്തെ സ്തുതിച്ചു. കാരണം ദൈവം ആ ദർശനം നൽകി കൊടുത്ത ഒരു കൂട്ടമാണ് അദ്ദേഹത്തിന് മുന്നിൽ ദൈവം കറക്റ്റ് പ്ലേസിലേക്കാണ് കൊണ്ടുവന്ന് ഓർത്തപ്പം നല്ല ഹൈറ്റ് ഉള്ള മനുഷ്യനാണ്. അപ്പോ ഒത്തിരി ദൈവത്തെ സ്തുതിച്ചു. അങ്ങനെ ഞങ്ങൾ ആ മുറിക്കകത്തിരുന്ന് അന്ന് ആ ദിവസം ആ ദേവദാസൻ കടന്നു വന്ന ദിവസം ഒരാളും കൂടെ കടന്നു വന്നു ഞങ്ങളുടെ മീറ്റിംഗിലേക്ക്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കാരണം സൗണ്ട് പുറത്തോട്ടൊന്നും പോകാൻ പറ്റാതെ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം എന്തെങ്കിലും ആരെങ്കിലും കംപ്ലൈന്റ് കൊടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്ന് കണ്ടാ ഞങ്ങളുടെ കോഴ്സ് സ്റ്റോപ്പ് ചെയ്യും, അതുവരെ പഠിച്ചു നിർത്തും, ആ രാജ്യത്തു നിന്ന് പുറത്താക്കും. പക്ഷെങ്കിൽ ഇതൊക്കെ എല്ലാവർക്കും അറിയാം, ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർക്കും അറിയാം. പക്ഷെങ്കിൽ അതൊന്നും അവരെ തടഞ്ഞു നിർത്തിയില്ല. കാരണം വലിയ ദൈവപ്രവൃത്തി അവിടെ മുന്നിൽ നടന്നു കഴിഞ്ഞത് കൊണ്ട്. അങ്ങനെ ഞങ്ങൾ അന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച ദൈവദാസനുണ്ട്. ഞങ്ങൾ കൈകോർത്ത് പിടിച്ചിരുന്ന് പ്രാർത്ഥിച്ച് വർഷിപ്പ് ചെയ്ത് സ്റ്റാർട്ട് തുടങ്ങി. ഇങ്ങനെ ഒത്തിരി തമ്പേറും കൊട്ടും ഒന്നും ഇല്ല. നോർമലി ഒരു ഡെഡിക്കേഷൻ സോങ് ദൈവസേവയെ സമർപ്പിച്ചുകൊണ്ട് ഒരു പാട്ട് പാടി എല്ലാരും അവരവരുടെ കുറവുകളെ തമ്മിൽ ദൈവത്തോടൊക്കെ ഏറ്റു പറഞ്ഞ് ദൈവസേവയിൽ ഇറങ്ങിയപ്പോഴത്തേനും ആ ഒരു അന്തരീക്ഷം ചേഞ്ച് ചെയ്യുന്നതായിട്ട് ഞങ്ങൾക്ക് ഒത്തിരി മനസ്സിലാക്കി. ഞങ്ങളുടെ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ എല്ലാം എക്സ്പോസ് ആയി തുടങ്ങി. എന്താ പറയാ, എങ്ങനെ അതുവരെ എന്താ ആ മുറിക്കകത്ത് ഈ ലോകത്തിലെ ഒരു മനുഷ്യനും ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു ഫ്രാഗ്രൻസ്, ഒരു സ്മെല്ല് ആ മുറിക്കകത്ത് ഞങ്ങള് അങ്ങനെയൊക്കെ ഞങ്ങളുടെ സെൻസേഷൻസ് എല്ലാം ഒത്തിരി സെൻസിറ്റീവ് ആയ പോലെ വേറെ ഒരു ലോകത്ത് ഞങ്ങൾ എത്തി. ഞങ്ങളുടെ സെൻസ് ഓർഗൻസ് എല്ലാം എന്തിനോടോ ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആയ ഫീല് ഞങ്ങൾക്ക് ഞങ്ങളുടെ ശരീരത്തിൽ അനുഭവിച്ചറിയാനായിട്ടിടയായി. അങ്ങനെ കാരണം ആരോടും പറയാതിരുന്ന കാര്യങ്ങളൊക്കെയും എന്റെ ഫ്രണ്ട്സിന്റെ ജീവിതത്തിലെ കാര്യങ്ങളും അവര് കടന്നുപോയ കാര്യങ്ങളൊക്കെയും ആ ദൈവദാസനെ കൂടെ ദൈവം എക്സ്പോസ് ചെയ്യാൻ തുടങ്ങിയപ്പം അങ്ങനെ ആ ഒരു വലിയ അനുഭവത്തിലൂടെ അന്നേ ദിവസം ഞങ്ങൾ കടന്നുപോയി. ഞങ്ങൾ എന്താ ഭൂമിയിലും അല്ല എന്നാ സ്വർഗത്തിലും അല്ല, ആ ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ കൂടി ഒരവസ്ഥയെ കൂടി ഞങ്ങൾ കടന്നുപോയി. കരയുവാണോ എന്നാ കരയുന്നത് കൊണ്ട് ആ ഒരു എല്ലാവരും പൊട്ടിക്കരയുക. പക്ഷെ പൊട്ടിക്കരയുന്നത് ആ ശരീരത്തിൽ ആ ദൈവസാന്നിധ്യം താങ്ങാൻ വയ്യാതെ പൊട്ടിക്കരയുക. അന്ന് ഞാൻ പറഞ്ഞ ഒരാള് ആദ്യമായിട്ട് വന്നെന്ന് പറയുന്ന അവള് നാഗാലാൻഡുകാരിയായിരുന്നു. അപ്പം ജീവിതത്തിൽ ഒത്തിരി ബന്ധനങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരു സൂസൈഡ് ടെൻഡൻസി ഒക്കെ അവളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അതൊക്കെ എന്തെയും മാറ്റി അവൾ തെറിച്ച് കട്ടിലോട്ട് വീഴുവാനായിട്ട് ഇടയായി. എഴുന്നേറ്റ് വന്ന് ഒത്തിരി ചിരിച്ച് മുഖത്ത് എന്തോ അവൾക്ക് ഏതാണ്ട് വലിയ ധനം കിട്ടിയ എന്തോ സംതിങ് ലോകത്തിലെ ഏറ്റവും വലിയ എന്തോ ട്രഷർ കിട്ടിയ ഒരു ഫീൽ, ഭയങ്കര സന്തോഷത്തോടെ അവൾ എഴുന്നേറ്റ് വന്നു. അതിനുശേഷം പരിശുദ്ധാത്മാവിന്റെ ആ ഫലം നമ്മൾ അന്യഭാഷ പ്രാപിക്കുന്നതിനേക്കാൾ ഉപരി ആ പരിശുദ്ധാത്മാവ് ഉള്ളതിന്റെ ഏറ്റവും വലിയ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ആ ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ തമ്മിൽ എല്ലാവർക്കും അതിനുശേഷം ഭയങ്കര സ്നേഹം. ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ എല്ലാവരും ഓടിക്കോടും. അങ്ങനെ എന്തോ സംതിങ് നമ്മളെല്ലാം കണക്റ്റഡ് ആണ്. കാരണം യേശുവിന്റെ രക്തത്താൽ, കാരണം അപ്പൻ മക്കൾ തമ്മിലുള്ള റിലേഷൻ നിൽക്കുന്നത് ആ ഒരു രക്തത്തിൽ എന്ന പോലെ നമ്മുടെ രക്തം, കർത്താവിന്റെ രക്തം നമ്മളെ വീണ്ടെടുക്കുമ്പോൾ നമ്മൾ തമ്മിൽ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണ്. അപ്പൊ ഒറ്റ ഫാമിലിയിൽ ഉള്ള ആ ഒരു ബന്ധം, ഞങ്ങളുടെ ആ ഒരു വെളിപ്പാട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി. അങ്ങനെ ഞങ്ങള് ഒത്തിരി സന്തോഷിക്കുവാനൊക്കെ ദൈവം സഹായിച്ചു. അതിൽ ഒരാള് ചൈനയെ വെച്ച് എന്നെ സ്നാനപ്പെടുവാൻ ദൈവം സഹായിച്ചു. പുറത്തെ പൂളിലൊന്നുമല്ല, അകത്ത് ബാത്റൂമിന്റെ അകത്ത്, കാരണം പുറത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അകത്ത് ബാത്റൂമിന്റെ അകത്ത് ഒരു ചെറിയ ഒരു പൂള് പോലെ ഞങ്ങള് ബാത്ത് ടബ് അവിടെ റെഡിയാക്കി അതിനകത്താണ് സ്നാനപ്പെടുവാൻ ദൈവം സഹായിച്ചത്. ആ സമയത്ത് ഈ ദേവദാസിനെ തന്നെ ഞങ്ങൾ പിന്നെയും തിരിച്ചു വിളിച്ച് ആ ദേവദാസിനെ കൊണ്ട് അവനെ സ്നാനപ്പെടുത്തുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ വലിയ വീരപ്രവർത്തികളൊക്കെ ദൈവം ആ രാജ്യത്ത് ചെയ്തു. ആ സമയത്തൊക്കെയും എന്റെ ലീവ് ഒരു 1 വീക്കോളം പോയായിരുന്നു. ആ ടൈമിൽ 2 ഡേയ്സിനപ്പുറത്തെങ്കിലും പോയാല് എനിക്ക് ആ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. എനിക്ക് ആ രാജ്യത്ത് ഒന്നുകൂടെ എന്താ പറയുക, ആ ഒരു ഇയറിൽ ഗ്രാജുവേറ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല. പക്ഷെങ്കിൽ ഞാൻ കടന്നു ചെന്ന് എന്റെ കൗൺസിലറിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, നീ നിന്റെ ഡിപ്പാർട്ട്മെന്റ് ഹെഡിന്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞു, പോയി സംസാരിക്കുന്നൊക്കെ പറഞ്ഞു. ആദ്യം ഭയങ്കര അന്ന് എനിക്ക് ലീവ് എടുക്കേണ്ടി വന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ഒരു പാൻക്രിയാറ്റിക് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. അവിടുത്തെ ഹെഡ് എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, സ്ട്രിക്റ്റ്, ഫോറിനേഴ്സിന് അത്ര വലിയ ഇതൊന്നും ഇല്ലാത്ത ഒരു സാറാണ്. എന്തെങ്കിലും ഒരു ദിവസം തന്നെ എന്തെങ്കിലും വന്നാല് ഒത്തിരി കാര്യങ്ങളും അതിനുവേണ്ടിയുള്ള ലീവിന്റെ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ പറയുന്ന ഒരു സാറായിരുന്നു. അപ്പൊ
പക്ഷെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ആ സാറിനോട് ആദ്യം ചോദിച്ച കാര്യം, ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്തു തരട്ടെ? അപ്പൊ ഞാൻ കേട്ടത് ശരിയാണോ അല്ലേന്ന് അറിയാൻ വേണ്ടി ഞാൻ സാറിനോട് ഒന്നുകൂടെ ചോദിച്ചു, സാർ എന്താണ് പറഞ്ഞ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുമോ എന്നുള്ള രീതിയിൽ, സാർ ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്തു തരണ്ടേ എന്ന് പറഞ്ഞു. സാർ എനിക്ക് ലീവ് വന്നു, അത് എന്നോട് കൗൺസിലേഴ്സ് പറയുന്നത് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണമെന്നാണ്. അപ്പം സാർ പറഞ്ഞു, നീ ഒരു റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നിനക്ക് വേണ്ടിയുള്ള സ്കോറൊക്കെ ഞാൻ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു, നീ ധൈര്യമായിട്ട് നോർമലായിട്ട് തന്നെ പൊക്കോ, ഒരു ബുദ്ധിമുട്ടും നിനക്ക് ഉണ്ടാകത്തില്ല എന്നുള്ള രീതിയിൽ. പക്ഷെങ്കിൽ ആ ഒരു വീക്ക് ഒന്നും ചെയ്യാതെ സ്കോർ കിട്ടുന്നതിനോട് താല്പര്യം ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു, ഗ്രാജുവേഷൻ ചെയ്തിട്ടെങ്കിലും എനിക്ക് ഒന്നുകൂടെ ഇവിടെ വന്നിട്ട് സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ എന്നെ പറ്റുമോ? പറഞ്ഞു, ഒന്നും ഭാരപ്പെടേണ്ട, നിനക്ക് വേണ്ടിയുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഈ ഹോസ്പിറ്റലിൽ ഞാൻ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞ അത്ഭുതകരമായി ദൈവം നടത്തി. അന്ന് ഗ്രാജുവേഷന്റെ സമയത്തും ഒരു അവാർഡ് ഉണ്ടായിരുന്നു, ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡന്റ് അവാർഡ്. അപ്പം ഇങ്ങനെ കുറച്ച് കുട്ടികൾക്ക് കൊടുക്കുമെന്ന് കേട്ടു. പക്ഷെ എനിക്ക് സ്കോർ ഉണ്ടായിരുന്നെങ്കിൽ ഇടയ്ക്ക് ആ ഒരു മാർക്ക് അങ്ങനെ വന്നത് കൊണ്ടും ഞാൻ ഓർത്തു എനിക്ക് ഒരിക്കലും കിട്ടത്തില്ല, കാരണം ഇറ്റ്സ് ഇമ്പോസിബിൾ അങ്ങനെ ഒരു കിട്ടുക എന്ന് പറയുന്നത്. കാരണം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുറെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, നോർമലായിട്ട് പോയി ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒക്കെ ചെയ്തവരുണ്ട്. പക്ഷെങ്കിൽ അതിന്റെ നടുവിലും ദൈവനാമ മഹത്വത്തിനായി കർത്താവ് എന്റെ പേരും കൂടെ കൂട്ടിച്ചേർത്ത് ആരോഗ്യത്തോടെ ബലത്തോടെ ഓടിച്ചാടിപ്പോയി ആ അവാർഡ് വാങ്ങുവാൻ ദൈവം എന്നെ സഹായിച്ചു. സകലമാനവും കർത്താവ് തീർച്ചയായും ആ ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്. കാരണം എനിക്കറിയാം ഞാൻ ആരാണ്, എന്റെ ലിമിറ്റേഷൻസ് എന്താണെന്നുള്ളത് ഒക്കെ എനിക്കും എന്റെ കർത്താവിന് മാത്രമേ അറിയുള്ളൂ. പക്ഷെങ്കിൽ അത് ദൈവനാമത്തിനായി. കാരണം ആ സ്റ്റേജിൽ കൂടെ ഞാൻ അവാർഡ് മേടിക്കുമ്പോൾ ആ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, എന്റെ എക്സ്റേ കണ്ട് പഠിച്ചവരാണ്. എന്റെ എക്സ്റേ വെച്ച് ഡോക്ടേഴ്സ് ക്ലാസ് എടുത്തായിരുന്നു. കാരണം ആ ഒരു ഫ്രാക്ചർ ആ ഒരു റെയർ കണ്ടീഷനിൽ ബ്രോക്ക് ആയതുകൊണ്ട് തന്നെ. അപ്പൊ എന്റെ എക്സ്റേ കണ്ട് പഠിച്ചവരാണ് എന്റെ മുന്നിൽ ഓഡിയൻസ് ആയിട്ട് ഇരിക്കുന്നത്. അവരുടെ മധ്യത്തിൽ ആരോഗ്യത്തോടെ ബലത്തോടെ 9 months ഒക്കെ ക്രച്ചസിൽ നീ പോകുമെന്ന് പറഞ്ഞവരുടെ മധ്യത്തിൽ ഓടിച്ചാടി നടന്നു പോകുവാൻ ദൈവം സഹായിച്ച എല്ലാ വിധങ്ങൾക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിൽ കുറെ പേരെന്നോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, മീൻസ് നിന്റെ എല്ല് തന്നെയാണോ ഒടിഞ്ഞു പോയത്, നിന്റെ എക്സ്റേ തന്നെയാണോ ഞങ്ങൾ കണ്ടത് എന്ന് പറഞ്ഞ് എന്നോട് ഡയറക്ട്ലി വന്ന് എന്റെ ബാച്ചിലുള്ളവർ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ മധ്യത്തിലൊക്കെയും എന്റെ കർത്താവിന്റെ നാമം ഉയരുവാൻ ദൈവം സഹായിച്ച എല്ലാ വിധങ്ങൾക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന്റെ മധ്യത്തിലൊക്കെയും ദൈവം നന്മകൾ ഒരുക്കി തന്നു. ഏറ്റവും വേറൊരു കാര്യം ഒന്നും കൂടെ പറയുന്നത്, ഞാൻ ഫസ്റ്റ് ഇയർ വന്നപ്പോ ഞാൻ പറഞ്ഞല്ലോ, ആ സമയത്ത് തന്നെ എന്റെ പപ്പയ്ക്ക് അതുവരെ ഇല്ലാതിരുന്ന ജോലി, ഞാൻ ചൈനയിലേക്ക് കടന്നു വരേണ്ട എനിക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയാ കോഴ്സിന്റെ ഓപ്പണിങ് അനുകൂലത വെളിപ്പെട്ടപ്പം പപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള ജോലിയും കുവൈറ്റിലേക്ക് മമ്മിയുടെ ഒരു റിലേറ്റീവ് വഴി ഒരുക്കപ്പെടുവാൻ ദൈവം സഹായിച്ചു. എന്റെയും പപ്പയുടെയും കൂടെ യാത്രയെ ഒരുമിച്ച് നടക്കുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ എന്താ പറയാ, അന്ന് ദൈവാത്മാവിൽ ചെയ്ത നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഞാനൊരു നന്മ ഒരുക്കും എന്ന് പറഞ്ഞ് അങ്ങനെ പപ്പയ്ക്ക് ഒരു നന്മ ഒരുക്കപ്പെടുവാൻ ദൈവം സഹായിച്ചു. കർത്താവ് എത്ര വിശ്വസ്തനാന്ന് ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു. കാരണം എന്നെ ദൈവം ഒത്തിരി കാണിച്ച ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്, കാരണം നമ്മളിൽ വസിക്കുന്ന ആ കർത്താവ് എന്ന് പറയുന്നത് സകല അഖിലാണ്ടത്തെയും ഒരൊറ്റ വാക്കിനാൽ ഉളവാക്കിയ അതേ കർത്താവാണ്. ഈ സ്റ്റിൽ ഡ്വെല്ലിംഗ് വിത്തിൻ അസ്. നമ്മളിൽ വസിക്കുന്ന അതേ ആ കർത്താവ് എന്ന് പറയുന്നത് സകലത്തെയും നിർമ്മിച്ച അതേ കർത്താവാണ് നമ്മളിൽ വസിക്കുന്നത്. അപ്പോ കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുന്നേ പറഞ്ഞു, ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം, യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പം അവന്റെ മേലുണ്ടായിരുന്ന ആ പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവം, ആ പരിശുദ്ധാത്മാവ് കർത്താവ് തന്നെ, ആ പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥനെ നമുക്ക് ഈ ഭൂമിയിൽ നൽകിയിട്ടാണ് കർത്താവ് പോയിരിക്കുന്നത്. അപ്പോ നമ്മുടെ കൂടെയുള്ളവൻ ലോകത്തിലുള്ളവരെക്കാൾ വലിയവനാകിയാൽ എന്താ പറയുക, നമുക്ക് വേണ്ടിയുള്ള സകല കാര്യങ്ങളും, ഏതൊക്കെ ഭാരവും ഏതൊക്കെ പ്രതിസന്ധി ആയിക്കോട്ടെ, നമ്മുടെ കൂടെ ആരാണ്, നമ്മൾ ആരുടെ മക്കളാന്നുള്ള ആ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ, ഒരു മിനിസ്റ്ററിന്റെ മോളാണെങ്കിൽ നമുക്ക് ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഹീസ് ദ മിനിസ്റ്റർ ഓഫ് എന്താ പറയാ ഇന്ത്യൻ കൺട്രി എന്നുള്ള രീതിയിൽ വരുമ്പോഴത്തേനും നമ്മുടെ കർത്താവ് അഖിലാണ്ടത്തിന്റെ ഉടയവനാണ്. അപ്പോ എന്താ പറയുക, ഭാരവും പ്രയാസവും ഒക്കെ നമുക്ക് ഈ ഭൂമിയിലുണ്ട്. പക്ഷെങ്കിൽ അതിന്റെ നടുവിലൊക്കെയും നമ്മളെ നിലനിർത്തുന്ന ഒരു ഏറ്റവും വലിയ വാക്തത്വം എന്ന് പറയുന്നത്, നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗീയ കവാടം, എന്താ പറയുക, ആ ഒരു രാജ്യം, ദൈവരാജ്യം നമുക്ക് വേണ്ടി ദൈവം ഇങ്ങനെ ഒരുക്കി നമുക്ക് വേണ്ടി കാത്തിരിക്കുക. നാം പല വാക്തത്വങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോഴും നമ്മുടെ കർത്താവ് എന്റെ മോളെ, എന്റെ മകനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ വേണ്ടി നമ്മുടെ കർത്താവും അവിടെ കാത്തിരിക്കുക. അപ്പോ ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ നാം ഓർക്കുമ്പോൾ അതൊക്കെ എന്താ പറയാ ക്ഷണനേരം കൊണ്ട് പോകും. പക്ഷെങ്കിൽ അതിന്റെ നടുവിലൊക്കെയും നമ്മളെ നിലനിർത്തുന്ന പറയുന്നത്, നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഒരു പൗരത്വം, ആ സ്വർഗീയ പൗരത്വം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുമ്പോൾ അത് പ്രാപിപ്പാനുള്ള ആ ഒരു തീഷ്ണത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായും ഈ ലോകത്തിലെ കഷ്ടങ്ങളൊന്നും സാരമില്ല എന്നെണ്ണുവാൻ ദൈവം നമ്മളെ സഹായിക്കും. കാരണം ആ പരിശുദ്ധാത്മാവ്
നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ എന്താ പറയുക, മണ്ണായ ഈ ശരീരത്തിലേക്ക് ദൈവത്തിന്റെ ശ്വാസം ഊതിയപ്പോഴാണ് ജീവൻ വെച്ച്. അങ്ങനെയെങ്കിൽ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലേ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ആ ഒരു ജീവൻ, യഥാർത്ഥ ജീവൻ നമുക്ക് ലഭിക്കാനാ. ഈ ഭൂമിയിൽ നമുക്ക് കടന്നു പോകേണ്ട പ്രതിസന്ധികൾ ഒത്തിരി ഉണ്ട്. ഒരിക്കലും സുഖകരമായ ജീവിതമല്ല. പക്ഷെങ്കിൽ എന്റെ മുന്നിൽ ഒത്തിരി മുതിർന്ന ദേവദാസന്മാരൊക്കെയാണ് ഇരിക്കുന്നത്. ഒത്തിരി അനുഭവം ഒക്കെ ഉള്ളവരാണ് ഇരിക്കുന്നത്. അവരുടെ മധ്യത്തിൽ ഇങ്ങനെ നിൽപ്പാൻ ദൈവം സഹായിച്ച വിധങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് വിശ്വസ്തന, അവന്റെ വിശ്വസ്തതയാണ് നമ്മുടെ കോൺഫിഡൻസ്. കാരണം വിളിച്ച കർത്താവ് ആരെന്നുള്ള ബോധ്യം, അനന്യനായ കർത്താവ് ഇന്നും നമ്മുടെ കൂടെ ഉണ്ട്. ആ ഒരു കോൺഫിഡൻസോടെ ആയിരിക്കാൻ ദൈവം എല്ലാവരെയും പിന്നെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും ഒരു സമയം നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ ദൈവം സഹായിച്ച വിധങ്ങൾക്കും ദൈവം ഒരുക്കി തന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാത്തിനും നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.